നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സിനിമയുടെ ജോണർ അതുപോലൊരു ടൈപ്പ് സിനിമ നമ്മൾ ഇതുവരെ ഈ ചാനലിൽ ചെയ്തിട്ടില്ല. ഫാൻറ്റസിയും ചരിത്രവും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്നൊരു സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഈ സിനിമയുടെ ഒരു വൺ ലൈൻ ഞാൻ ആദ്യം പറഞ്ഞുതരാം. പണ്ട് കുറേ ക്രൂരതകൾ ചെയ്ത രാജാവിന് കുറേ കാലം കഴിഞ്ഞപ്പോൾ അതെല്ലാം വേണ്ടാന്ന് തോന്നി. അതിൽ നിന്നെല്ലാം മുക്തി നേടി സമാധാനമായിട്ട് ജീവിക്കണം തോന്നി. അങ്ങനെ സ്വന്തം നാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്ന് അവിടെയുള്ള ജനങ്ങളെയും നോക്കി സമാധാനമായിട്ട് ജീവിക്കുന്ന സമയത്താണ് ഒരു വലിയ സൈന്യം രാജാവിനെതിരായിട്ട് വരുന്നത്. പണ്ട് വലിയ ക്രൂരതയെല്ലാം ചെയ്ത രാജാവാണെങ്കിലും ഇപ്പം വലിയ സൈന്യമൊന്നുമില്ല കൂടെ. അതുകൊണ്ട് തന്നെ കൂടുതൽ യുദ്ധം ചെയ്യാനൊന്നും പറ്റില്ല. വലിയ വലിയ യുദ്ധങ്ങൾക്കൊന്നും പോകാനായിട്ട് പറ്റില്ല. അത്രയും സൈന്യമില്ല. ഈ ഒരു സാഹചര്യത്തിൽ രാജാവ് എന്തെല്ലാം ചെയ്യുമെന്നാണ് നമ്മൾ ഇന്ന് ഈ സിനിമയിലൂടെ കാണാൻ പോകുന്നത്. ഈ സിനിമയുടെ പേര് കേട്ടാൽ ഏറെക്കുറെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകും. കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. പറഞ്ഞാൽ അത് സിനിമയെ ബാധിക്കും. എന്നാൽ പിന്നെ നമുക്ക് 2014 റിലീസ് ചെയ്ത ഡ്രാക്കുള അൺടോൾഡ് എന്ന സിനിമയുടെ കഥ കേൾക്കാം. 1442 തുർക്കി സുൽത്താൻ അവരുടെ സൈന്യത്തിന്റെ ബലം കൂട്ടാനായി ട്രാൻസിൽവാനിയയിൽ നിന്ന് 1000 ബാലന്മാരെ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് അടിമപ്പെടുത്തി. അവർക്കെല്ലാം ക്രൂരമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുത്ത് അവരെ വലിയ സൈനാധിപന്മാരാക്കി മാറ്റി. എന്നാൽ അതിൽ ഒരുത്തൻ മാത്രം വലിയൊരു യോദ്ധാവായി മാറി. അവൻ എത്രത്തോളം വലിയ യോദ്ധാവെന്ന് വെച്ചാൽ അവന്റെ പേര് കേട്ടാൽ തന്നെ വലിയൊരു സൈന്യം പിന്നിലേക്ക് മാറും. കാരണം അത്രത്തോളം വലുതായിരുന്നു അവന്റെ ക്രൂരതകൾ. അവനൊരു സൈന്യത്തെ തന്നെ ഇല്ലാതാക്കിയാൽ അതിലുണ്ടായിരുന്ന ഭടന്മാരെ എല്ലാവരെയും ഒരു കമ്പിൽ ഒരു കുന്തത്തിൽ കുത്തിയിട്ട് അവൻ മണ്ണിൽ കുത്തി നിർത്തും. ഇത് മറ്റുള്ള സൈന്യം കാണുമ്പോൾ അവർക്ക് ഇതായിരുന്നു ഏറ്റവും വലിയ ഭയം. രാജാക്കന്മാരും ജനങ്ങളും എല്ലാവരും ഒരുപോലെ പേടിക്കുന്ന അവന്റെ പേര് വ്ലാഡ് എന്നാണ്. വ്യാളിപുത്രൻ, അങ്ങനെയാണ് അവൻ അറിയപ്പെട്ടത്. എന്നാൽ കുറെ കാലം കഴിഞ്ഞപ്പോൾ അങ്ങേര് ചെയ്യുന്ന ഈ ക്രൂരതകൾ അങ്ങേർക്ക് തന്നെ സഹിക്കാൻ പറ്റാതായി. ഇതെല്ലാം അവസാനിച്ച് പോയാൽ മതിയെന്നായി അങ്ങേർക്ക്. അവസാനം അങ്ങേര് ഇതെല്ലാം അവസാനിപ്പിച്ച് അങ്ങേരുടെ നാട്ടിലേക്ക് തന്നെ ട്രാൻസിൽവാനിയയിലേക്ക് തന്നെ തിരിച്ചെത്തി. അവിടെയുള്ള ജനങ്ങൾ അങ്ങേരെ സന്തോഷപൂർവ്വം പ്രഭു എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ ഈ വ്ലാഡ് എന്ന രാജാവിനെ ലോകം മുഴുവനും മറ്റൊരു പേരിലാണ് അറിയുന്നത്. ആ പേരാണ് ഡ്രാക്കുള. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ പിന്നെ നമ്മൾ കാണുന്ന വ്ലാഡ് എന്ന രാജാവ് അങ്ങേരുടെ പടയുമായിട്ട് ഒരു വലിയ നദിക്കരയിൽ വന്ന് നിൽക്കുന്നതാണ്. ആ നദിയിൽ വെച്ച് രാജാവിന് ഒരു പടത്തൊപ്പി കിട്ടും. പടത്തൊപ്പി എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനെല്ലാം പോകുന്നേരം ഇടുന്ന തൊപ്പിയില്ലേ, അതാണ് പടത്തൊപ്പി. ഇത് കാണുന്ന വ്ലാഡ് രാജാവ് പറയും ഇതൊരു തുർക്കി സൈനികന്റെ തൊപ്പിയാണ്. തുർക്കി സൈനികന്മാർ ഒരിക്കലും ഒറ്റക്ക് നടക്കില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു വലിയ പട ഇവിടെ എവിടെയോ നിൽക്കുന്നുണ്ട്. ഇതുപോലെ തുർക്കി സൈന്യം അനുവാദമില്ലാതെ ഒരു രാജ്യത്തിന്റെ മണ്ണിലേക്ക് കടന്നു വന്നാൽ ആ രാജ്യം പിടിച്ചെടുക്കാൻ പോകുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ അവരെവിടെയാണ് നിൽക്കുന്നതെന്ന് രാജാവിന് മനസ്സിലായിട്ടില്ല. എന്നാൽ ദൂരെയുള്ള പല്ലൊടിഞ്ഞ മലയിലേക്ക് നോക്കുന്ന രാജാവിന് അപ്പോഴാണ് മനസ്സിലാവുക അവിടെ നിന്നും ഒഴുക്കിൽപ്പെട്ടാണ് ഈ തൊപ്പി ഇവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സൈന്യം അവിടെ എവിടെയാണ് തമ്പടിച്ചിട്ടുണ്ടാവുക. പെട്ടെന്ന് തന്നെ പടത്തലവനോട് രാജ്യത്തുള്ള സൈനികർക്കെല്ലാം മുന്നറിയിപ്പ് കൊടുക്കാൻ പറയും. മാത്രമല്ല മതിലിനടുത്ത് കാവൽ നിൽക്കുന്ന ആളുകളെ എല്ലാവരെയും ഇരട്ടിക്കാൻ പറയും. അവിടുന്ന് രാജാവ് 2 സൈനികരെയായിട്ട് നേരെ പല്ലൊടിഞ്ഞ മലയിലേക്കാണ് ചെല്ലുന്നത്. അവിടേക്ക് എന്തിനാണ് ഇങ്ങനെ പോണതെന്ന് വെച്ചാൽ ഇതുപോലെ സൈന്യത്തെ നേരി കണ്ട് അവരോട് സംസാരിക്കാനായിട്ട് പോവുകയാണ്. അവരുമായിട്ട് ഒരു കരാറിൽ എത്തിച്ചേർന്നാൽ പിന്നെ യുദ്ധമൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അവരെല്ലാവരും കൂടെ നേരെ പല്ലൊടിഞ്ഞ മലയുടെ മേലെ എത്തി. അവിടെ തന്നെ ഒരു ഗുഹയുണ്ട്. ചിലപ്പോൾ അതിനകത്തായിരിക്കാം സൈന്യം നിൽക്കുന്നത്. അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് പെട്ടെന്ന് വവ്വാലുകൾ പുറത്തേക്ക് പറന്നു പോകുന്നത്. ഇത് കാണുന്ന രാജാവ് പറയും ഇതുപോലെ വവ്വാലുകൾ പുറത്തേക്ക് പറന്നു പോകണമെങ്കിൽ ഇതിനകത്ത് ആരോ ഒളിച്ചു നിൽക്കുന്നുണ്ട്, നമുക്കത് കണ്ടുപിടിച്ചേ പറ്റുമെന്ന് പറഞ്ഞ് അവർ 3 പേരും കൂടെ അകത്തേക്ക് കയറി ചെല്ലും. അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് മനസ്സിലാവുക അവിടെ ഇഷ്ടം പോലെ പടത്തൊപ്പികളും പടച്ചട്ടകളും ഒക്കെയാണ് കിടക്കുന്നത്. പക്ഷെ സൈനികരെ ആരെയും കാണാനായിട്ട് പറ്റുന്നില്ല. തറയിലേക്ക് നോക്കുന്നേരം എല്ലുകൾ പൊടിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് കാണുന്ന രാജാവ് പറയും ഇതൊരിക്കലും തുർക്കി സൈന്യം ചെയ്യുന്നതല്ല, അവരൊരിക്കലും ഇങ്ങനെ ചെയ്യില്ല. പെട്ടെന്നാണ് തൊട്ട് പിന്നീന്നൊരു സത്തം അവരെ വന്ന് ആക്രമിക്കുന്നത്. അതെന്താണെന്ന് അവർക്ക് മനസ്സിലാവില്ല. അത് കാണുമ്പോൾ തന്നെ രാജാവ് എല്ലാവരോടും പുറത്തേക്ക് ഓടാൻ പറയും. അകത്ത് നല്ല ഇരുട്ടാണെങ്കിലും ആ സത്തത്തിന് അവരെല്ലാവരെയും നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു നൈറ്റ് വിഷൻ കണ്ണടയെല്ലാം വെച്ച പോലെ അവരെല്ലാവരെയും കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ അതിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമല്ല. രാജാവിന്റെ കൂടെ വന്നിരുന്ന 2 സൈനികരെയും അത് കൊന്നുകളയും. വ്ലാഡാണെങ്കിൽ പേടിച്ച് വാളുകൊണ്ട് വീശിയിട്ടാണ് പുറത്തേക്ക് ഓടിപ്പോകുന്നത്. എന്നാൽ പുറത്തെത്തുന്ന നേരം ആ സത്തം വ്ലാഡിന്റെ അടുത്തേക്ക് പിന്നെ വരുന്നില്ല. അതിന്റെ പല്ലുകളും കണ്ണുകളും വ്ലാഡിന് കാണാൻ പറ്റുന്നുണ്ട്. എന്നിരുന്നാലും അതിപ്പോൾ അടുത്തേക്ക് വരുന്നില്ല. വാളിലേക്ക് നോക്കുന്ന നേരം ആ സത്തത്തിനെ കുത്തിയത് കൊണ്ട് തന്നെ അതിൽ കുറച്ച് രക്തം കാണാം. പക്ഷെ ആ വാള് വെയിലിലേക്ക് വെക്കുമ്പോഴാണ് നമ്മുടെ ആളൊന്ന് ഞെട്ടുന്നത്. ആ രക്തമാണെങ്കിൽ പുകഞ്ഞ് അങ്ങനെ ഇല്ലാതാവും. ഇതെല്ലാം കണ്ട് പേടിക്കുന്ന നമ്മുടെ ആള് തിരിച്ച് കോട്ടയിലേക്ക് എത്തും. വ്ലാഡിന്റെ കോട്ടയുടെ പേരാണ് ഡ്രാക്കുള കോട്ട. ഈ ഡ്രാക്കുള കോട്ട എന്ന പേര് വരാനായിട്ട് മറ്റൊരു കാരണം കൂടെയുണ്ട്. വ്ലാഡിന്റെ അച്ഛൻ വ്ലാഡ് രണ്ടാമൻ അങ്ങനെ വലിയൊരു യോദ്ധാവായിരുന്നു. അങ്ങനെ വലിയൊരു യോദ്ധാവായതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാവരും അങ്ങനെ വിളിച്ചിരുന്നത് ഡ്രാക്കു എന്നായിരുന്നു. ഡ്രാക്കു എന്നാൽ അതിന്റെ അർത്ഥം വ്യാളി എന്നാണ്. ഡ്രാഗൺ എന്നാണ് അങ്ങനെ എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത്. ആ പേരിൽ നിന്നാണ് ഡ്രാക്കുള എന്ന പേര് വരുന്നത്. തൽക്കാലം നമ്മൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഈ സിനിമയിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. എന്തായാലും കോട്ടയിൽ തിരിച്ചെത്തുന്ന വ്ലാഡ് അവിടെ ഉണ്ടായിരുന്ന പുരോഹിതനോട് ഇതുപോലെ പല്ലൊടിഞ്ഞ മലയിലെ ഗുഹയിൽ എന്താണെന്ന് ചോദിക്കും. അപ്പോഴാണെങ്കിൽ പറയാ റോമൻ ചരിത്ര പുസ്തകങ്ങളിൽ ആ പല്ലൊടിഞ്ഞ മലയിലെ ഗുഹയിൽ ഒരു സത്തം ശപിക്കപ്പെട്ട് കിടക്കുന്നുണ്ടെന്നാണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഈ സത്തം ആദ്യം ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ നരകത്തിലെ ചെകുത്താനെ കൂടുതൽ ശക്തികൾ കിട്ടാനായിട്ട് അങ്ങേര് വിളിച്ചു വരുത്തി. എന്നാൽ ഈ വിളിച്ചു വരുത്തിയ ചെകുത്താനാണെങ്കിൽ അങ്ങേർക്ക് ആവശ്യമായിട്ടുള്ള ശക്തികളെല്ലാം കൊടുത്തു. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ അങ്ങേരെ
പറ്റിക്കുകയും ചെയ്തു. അതായത് അങ്ങേര് ആ ശക്തികളെല്ലാം മറ്റൊരാൾക്ക് കൊടുക്കുന്നത് വരെ അങ്ങേര് ആ ഗുഹയിൽ തന്നെ തളയ്ക്കപ്പെടും, അങ്ങേർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഇത് കേൾക്കുന്ന വ്ലാഡാണെങ്കിൽ കുറച്ച് പേടിക്കും. കാരണം തുർക്കി സൈന്യം അവരുടെ നാട് ആക്രമിക്കാനായിട്ട് വരികയാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു കഥയും കൂടെ കേട്ടാൽ നാട്ടുകാർക്ക് പിന്നെ പേടിയാകും. അതുകൊണ്ട് തന്നെ പുരോഹിതനോട് നിങ്ങൾ ഈ ഒരു കാര്യം മറച്ചു വെക്കണമെന്ന് പറയും. പുരോഹിതനാണെങ്കിൽ പിന്നെ ഈ ഒരു കാര്യം പുറത്ത് പറയില്ല. അവിടുന്ന് വ്ലാഡ് നേരെ ഭാര്യയുടെയും കുട്ടിയുടെയും അടുത്തേക്കാണ് ചെല്ലുന്നത്. ഭാര്യയ്ക്കാണെങ്കിൽ വ്ലാഡിനോട് വലിയ സ്നേഹമാണ്. അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഉമ്മയെല്ലാം വെച്ച് സംസാരിക്കും. ഇതുപോലുള്ള രാജാക്കന്മാർക്ക് ഇതുപോലെ നല്ല ഭാര്യമാരെ കിട്ടുന്നതിൻ്റെ വലിയ ഭാഗ്യം. എന്തായാലും അത് കഴിഞ്ഞ് നേരെ മകൻ്റെ അടുത്ത് വന്ന് അവൻ്റെ കൂടെയും കിടന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും. അങ്ങനെ കുളിക്കാനായി ബാത്ത് ടബിൽ വന്ന് കിടക്കുമ്പോഴാണ് നമ്മുടെ പഴയ കാര്യങ്ങൾ, ചെറുപ്പത്തിലുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. പണ്ട് തുർക്കി സുൽത്താൻ 1000 ബാലന്മാരെ ചോദിച്ചപ്പോൾ വ്ലാഡിൻ്റെ അച്ഛൻ തന്നെയാണ് വ്ലാഡിനെ അങ്ങോട്ട് അയച്ചു കൊടുത്തത്. അതെല്ലാം വ്ലാഡിൻ്റെ ഉള്ളിൽ നല്ല വിഷമുണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം ഭാര്യയാണ് സമാധാനിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ അടുത്ത ദിവസമായി. അടുത്ത ദിവസം എന്ന് വെച്ചാൽ ഇന്ന് ഈസ്റ്റർ ദിനമാണ്, യേശു ഉയർത്തെഴുന്നേറ്റ ദിനമാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരെല്ലാവരും നല്ല ആഘോഷത്തിലാണ് കൊട്ടാരത്തിൽ. അന്നേരം പടത്തലവൻ എഴുന്നേറ്റ് പറയും, നമ്മുടെ രാജാവ് നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തിയത് മുതൽ 10 വർഷം നമ്മൾ സന്തോഷവും ആനന്ദവും എന്താണെന്ന് അറിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. ഇനിയും ഇതുപോലെ ഒരു 20 വർഷം കൂടെ രാജാവ് നീണാൾ വാഴട്ടെ എന്ന് പറയും. നമ്മുടെ ആക്കാണെങ്കിൽ ഇതെല്ലാം കേട്ട് നല്ല സന്തോഷമാവും, രാജാവിന് നല്ല സന്തോഷമാവും. അങ്ങനെ എല്ലാവരും ഇരുന്ന് മദ്യമെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് തുർക്കി സൈന്യം അകത്തേക്ക് കയറി വരുന്നത്. അവർ കൂടുതൽ പെർമിഷൻ ഒന്നും ചോദിക്കാതെയാണ് അകത്തേക്ക് ഇങ്ങനെ കയറി വരുന്നത്. വ്ലാഡിന് ആദ്യം മനസ്സിലാവില്ല അവരെന്തിനാണ് ഇങ്ങനെ ഇങ്ങോട്ട് അകത്തേക്ക് കയറി വന്നതെന്ന്. പിന്നെയാണ് മനസ്സിലാവുക വ്ലാഡ് അവർക്കെല്ലാവർക്കും നികുതി കൊടുക്കുന്നുണ്ട്, ചുങ്കം കൊടുക്കുന്നുണ്ട്. ഈ തുർക്കി സൈന്യം വലിയൊരു സൈന്യം ആയതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ ജീവിച്ചു പോകണമെങ്കിൽ രാജാവിനാണെങ്കിലും ചുങ്കം കൊടുക്കണം, അവർക്ക് നികുതി കൊടുത്തേ പറ്റൂ. നിങ്ങൾക്ക് തരാനുള്ള ചുങ്കം അത് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവരുടെ തൊട്ടു പിന്നിലായിട്ട് വെള്ളി നാണയങ്ങൾ രാജാവ് കൊണ്ടുവെക്കും. തുർക്കി സൈന്യാധിപനാണെങ്കിൽ സംസാരിച്ച് തിരിച്ചു പോകാൻ നേരത്താണ് പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് ഒരു കാര്യം കൂടെ സംസാരിക്കാനുണ്ടെന്ന് പറയാം. സുൽത്താൻ സൈന്യത്തിലേക്ക് സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ ഈ നാട്ടിൽ നിന്നും ട്രാൻസിൽവാനിയയിൽ നിന്നും 1000 ബാലന്മാരെ ആവശ്യമുണ്ട്. അത് നിങ്ങൾ എന്തായാലും തന്നേ പറ്റൂ. ഇത് കേൾക്കുന്ന വ്ലാഡ് ഞെട്ടിയിട്ട് ചോദിക്കും, ഈ ഒരു പതിവ് സുൽത്താൻ പണ്ടെങ്ങാണ്ട് നിർത്തിയ പരിപാടിയല്ലേ, പിന്നെ എന്താ ഇപ്പോഴും ഇങ്ങോട്ട് കൊണ്ടുവന്നേ? എന്നാൽ അങ്ങേര് പറയും, അത് രാജാവ് നിർത്തിയെന്ന് വെച്ച് വീണ്ടും തുടങ്ങിക്കൂടാന്നുണ്ടോ? എന്നാൽ ഇത് കേൾക്കുമ്പോൾ തന്നെ ജനങ്ങളെല്ലാവരും എതിർക്കും. എന്നാൽ ഈ തുർക്കി സുൽത്താൻ എന്തിനാണ് ഇതുപോലെ വീണ്ടും പടയെന്ന് വെച്ചാൽ അവർക്ക് ഹംഗറിയുമായിട്ടൊരു യുദ്ധമുണ്ട്. ഈ യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ അവർക്ക് കൂടുതൽ ആളുകൾ വേണം. അതിനായിട്ടാണ് അവരിതുപോലെ ബാലന്മാരെ ചോദിക്കുന്നത്. എന്നാൽ ജനങ്ങളാരും ബാലന്മാരെ കൊടുക്കാനായിട്ട് തയ്യാറാവില്ലല്ലോ. സൈന്യാധിപൻ പറയും, വ്ലാഡ് നിന്റെ അച്ഛനും നിന്നെ ഇതുപോലെ തന്നെ രാജാവിൻ്റെ അടുത്തേക്ക് അയച്ചല്ലേ, സുൽത്താൻ്റെ അടുത്തേക്ക് അയച്ചല്ലേ, പിന്നെ എന്തിനാ നീ പേടിക്കുന്നത്? നിന്റെ മകനെല്ലാം സുൽത്താൻ്റെ അടുത്ത് നല്ല ഭദ്രമായിരിക്കും. നിന്നിൽ നിന്ന് സുൽത്താൻ അനുസരണം മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. ഇതേ സമയത്ത് മറ്റൊരു സൈനികൻ ഒരു ബാലന്റെ കഴുത്തെല്ലാം പിടിച്ച് തലയെല്ലാം പിടിച്ച് അവനെ ഞെട്ടിക്കുന്നുണ്ട്. ഇത് കണ്ട് ദേഷ്യം വരുന്ന വ്ലാഡ് അവനെ പിടിച്ച് ചുമരി ചേർത്ത് പറയും, ഞാൻ ആരാന്ന് നീ മറന്നുപോയോ? അതിനവൻ ചോദിക്കും, നിങ്ങൾ ആരായിരുന്നു എന്നാണോ ചോദിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം ആരാണെന്നാണോ ചോദിക്കുന്നത്? അവന് പോലും ഇപ്പം നമ്മുടെ ആളെ പേടിയില്ല. വ്ലാഡിനാണെങ്കിലും അവരെ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കൂടുതൽ എന്തെങ്കിലും ചെയ്താൽ തുർക്കി സൈന്യം കൊട്ടാരത്തിൽ കയറി വന്ന് ഊഞ്ഞാലാടി കളിക്കും. അതുകൊണ്ട് തന്നെ ഒന്നും പറയില്ല. അന്ന് രാത്രിയാകുന്ന നേരം മകൻ വ്ലാഡിനോട് ചോദിക്കും, നിങ്ങളുടെ അച്ഛൻ ഇതുപോലെ നിങ്ങൾ അങ്ങോട്ട് അയച്ചിരുന്നോ? അതിന് വ്ലാഡ് പറയും, അതെ എന്നെ അങ്ങോട്ട് അയച്ചിരുന്നു. ആ സമയത്തും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് എൻ്റെ അച്ഛൻ അഭിമാനിപ്പിക്കണമെന്നായിരുന്നു. അതുപോലെ ഞാൻ എൻ്റെ അച്ഛൻ അഭിമാനം കൊള്ളിക്കുകയും ചെയ്തു. അതേസമയത്ത് ഭാര്യ ചോദിക്കും, നിങ്ങൾ പറഞ്ഞിരുന്നത് ഇപ്പോഴത്തെ തുർക്കി സുൽത്താനും നിങ്ങളും പണ്ട് നല്ല കൂട്ടുകാരായിരുന്നു എന്നല്ലേ? നിങ്ങൾ അങ്ങേരോട് എന്തെങ്കിലും സംസാരിച്ചാൽ അങ്ങേര് നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും കനിവ് കാണിക്കില്ലേ? ഇത് കേൾക്കുന്ന വ്ലാഡിനും വളരെ നല്ലൊരു ആശയമാണല്ലോ എന്ന് തോന്നും. കാരണം എന്താന്ന് വെച്ചാൽ പണ്ട് ബാലനായിട്ട് വ്ലാഡ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിരുന്നല്ലോ. അപ്പോൾ അവിടുത്തെ സുൽത്താൻ്റെ മകനായിരുന്നു ഇപ്പോഴുള്ള സുൽത്താൻ. വ്ലാഡ് അന്ന് അവൻ്റെ കൂടെ ആയിരുന്നു വളർന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴവനോട് എന്തെങ്കിലും ഒരു കനിവ് ചോദിച്ചാൽ അവൻ എന്തെങ്കിലും ഒരു കനിവ് കാണിക്കില്ലേ? അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ വ്ലാഡ് സുൽത്താനെ കാണാനായിട്ട് തുർക്കി പടയിരിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അവിടെ എത്തുമ്പോഴാണ് മനസ്സിലാവുക അവർ വലിയൊരു പട തന്നെയുണ്ട്. അവിടെ ഉള്ളവരാണെങ്കിൽ വ്ലാഡിനെ കാണുമ്പോൾ തന്നെ കളിയാക്കുകയാണ്, ഇത്ര വലിയ രാജാവായിട്ട് എന്താ പേടിച്ച് ഇപ്പം സുൽത്താനെ കാണാനായിട്ട് ഇങ്ങോട്ട് വരേണ്ടി വന്നില്ലേ എന്നെല്ലാം പറഞ്ഞ് കളിയായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സുൽത്താനെ കാണുമ്പോൾ തന്നെ സുൽത്താൻ എൻ്റെ ആദ്യത്തെ കൂട്ടുകാരാന്ന് പറഞ്ഞ് വ്ലാഡിനായിട്ട് ചായ കുടിക്കാനായിട്ട് കാപ്പി കുടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. സുൽത്താൻ അവരാദ്യം ഒരുമിച്ചപ്പോഴുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം പറയും നേരം വ്ലാഡ് പറയും, ഞാനും നീയും ഒരുമിച്ച് കാപ്പി കുടിച്ചതല്ലാതെ എനിക്ക് മറ്റൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. എന്തായാലും സുൽത്താൻ അതിന് മറുപടിയും കൊടുക്കുന്നില്ല, കൂടുതൽ കാര്യങ്ങൾ വളച്ചു കെട്ടാനും നിൽക്കുന്നില്ല. കാര്യത്തിലേക്ക് വരും, എനിക്ക് എൻ്റെ സൈന്യം വർദ്ധിപ്പിക്കാനായിട്ട് 1000 ബാലന്മാരെ ട്രാൻസിൽവാനിയയിൽ നിന്ന് വേണം. എന്നാൽ വ്ലാഡ് പറയും, അതൊഴികെ നിനക്ക് വേണ്ട എന്ത് വേണേലും ഞാൻ തരാമെന്ന്. എന്നാൽ സുൽത്താൻ അതൊന്നും കേൾക്കുന്നില്ല. സുൽത്താന് ബാലന്മാരെ മാത്രം മതി. അവസാനം വ്ലാഡ് പറയും, ഞാൻ എന്നെ തന്നെ നിനക്ക് തന്നാൽ പോരെ? 1000 ബാലന്മാർക്ക് ഞാൻ തുല്യനല്ലേ എന്ന് ചോദിക്കുന്ന നേരം സുൽത്താൻ പറയും, നീ 1000 ബാലന്മാർക്ക് തുല്യം തന്നെയാണ്, പക്ഷെ 1000 പേർക്ക് തുല്യനല്ല. എനിക്ക് ഞാൻ പറഞ്ഞ 1000 പേരെ തന്നെ മതിയെന്ന് പറഞ്ഞ് സുൽത്താൻ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു, രക്തം വെച്ചു. ഇനി നമ്മുടെ ആക്കൊന്നും പറയാൻ പറ്റില്ല, വ്ലാഡിനൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഇനി എന്താണോ പറയാൻ പോകുന്നത് അത് ചെയ്യാൻ മാത്രമേ പറ്റൂ. അങ്ങനെ തിരിച്ചു കൊട്ടാരത്തിലെത്തുന്ന വ്ലാഡ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആദ്യം തന്നെ ബാലനായ തൻ്റെ മകനെ രാജാവിന് സുൽത്താൻ കൊടുക്കാനായിട്ട് കൊണ്ടുവരികയാണ്. എന്നാൽ വരുന്ന വഴിക്കൊന്നും ഭാര്യയ്ക്ക് മനസ്സിലായിട്ടില്ല അവരിതെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. സ്ഥലത്തെത്തിയിട്ട് തുർക്കി സൈന്യം അവരുടെ അടുത്തേക്ക് നടന്നു വരുന്നത് കാണുമ്പോഴാണ് ഭാര്യയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുക. അവൾ കണ്ണും നിറഞ്ഞോട് നമ്മുടെ ആളോട് ചോദിക്കും, നമ്മുടെ കല്യാണത്തിന്
പോകുന്നതിൻ്റെ അന്ന് നീ എനിക്ക് തന്ന വാക്ക് നീ ഓർക്കുന്നില്ലേ? എന്നിട്ടാണോ നീ ഇങ്ങനെയെല്ലാം ചെയ്യാൻ പോകുന്നത്? വ്ളാഡാണെങ്കിൽ അവളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അല്ലെങ്കിലും ഒരു അമ്മക്ക് തൻ്റെ മകനെ കൊടുക്കാനൊക്കെ പറയുന്നത് സഹിക്കാൻ പറ്റുമോ? ഇത് കാണുന്ന തുർക്കി പടയുടെ പടത്തലവൻ പറയും, ഇതാണോ ആളുകളെല്ലാവരെയും കൊല്ലുന്ന ആ ക്രൂരനായ രാജാവ്? സ്വന്തം ഭാര്യ പോലും ഇങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. എന്തായാലും വ്ളാഡിന് മനസ്സിലായി ഭാര്യ ഇതിനൊന്നും സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ തുർക്കി പടയോട് കാര്യങ്ങളെല്ലാം സംസാരിക്കാമെന്ന് വിചാരിച്ച് വ്ളാഡ് നേരെ അവരുടെ അടുത്തേക്ക് ചെല്ലാണ്. അങ്ങനെ നേരെ ചെല്ലുന്ന സമയത്താണ് മകൻ ഓടി വരുന്നത്. അവൻ പറയും, അച്ഛാ, ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഞാൻ അവരുടെ കൂടെ പോയിക്കോളാം. നിങ്ങൾക്ക് എന്നെക്കുറിച്ച് ഭാവിയിൽ അഭിമാനിക്കാമെന്ന് പറയും. ഇത് കേൾക്കുന്ന നമ്മുടെ ആക്കും സന്തോഷമാവും. അങ്ങനെ മകൻ്റെ കയ്യും പിടിച്ച് തുർക്കി പടയുടെ അടുത്തേക്ക് നമ്മുടെ ആൾ നേരെ ചെല്ലും. അവിടെ ഇത്തും നേരം നമ്മുടെ ആൾ മകനോട് താഴ്ന്നെന്ന് പറയും, നീ അമ്മയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നു. അവൻ ആദ്യം കാര്യം എന്തെന്ന് മനസ്സിലാവില്ല. നമ്മുടെ ആൾ ഒന്നുകൂടെ പറയും, നീ അമ്മയുടെ അടുത്തേക്ക് ഓടി ചെന്നോ, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പിന്നെ നിന്നോട് സംസാരിക്കാമെന്ന്. അങ്ങനെ അവൻ അമ്മയുടെ അടുത്തേക്ക് ഓടി ചെല്ലും. എന്നാൽ സൈന്യത്തലവൻ പറയും, ഈ ഒരു കാര്യത്തിന് നീ സുൽത്താൻ്റെ അടുത്ത് മറുപടി പറയേണ്ടി വരുമെന്ന്. പെട്ടെന്നാണ് നമ്മുടെ ആൾ അവൻ്റെ അരയിൽ അവൻ്റെ വാളെടുത്ത് അവൻ്റെ കൈ വെട്ടിക്കളയുന്നത്. ബാക്കിയുള്ളവർക്ക് ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാവില്ല. പെട്ടെന്ന് തന്നെ അവരെ എല്ലാവരെയും വെട്ടാൻ തുടങ്ങും. ഒരുത്തനും പേടിക്കാനുള്ള സമയം പോലും കൊടുത്തില്ല. വ്ളാഡ് എല്ലാത്തിനെയും വെട്ടിക്കളയും. അതെല്ലാം കഴിയുന്നേരം രാജഗുരു പറയും, തീർച്ചയായും ഇതിന് പകരമായി സുൽത്താൻ്റെ പക്കൽ നിന്നും നമുക്കൊരു യുദ്ധം പ്രതീക്ഷിക്കാം. പക്ഷേ ഈ ഒരു യുദ്ധം നിനക്കൊരിക്കലും പിടിച്ചു നിർത്താൻ പറ്റില്ല. അവരെ എതിർക്കാനായി നമ്മുടെ പക്കൽ വലിയൊരു സൈന്യമില്ലെന്ന് അങ്ങേര് പറയും. എന്നാൽ നമ്മുടെ ആൾ ഇതൊന്നും മെയിൻ ചെയ്യില്ല. നിങ്ങൾ പെട്ടെന്ന് തന്നെ കോട്ടയിലേക്ക് തിരിച്ചു പോകുമെന്ന് പറഞ്ഞ് കുതിരപ്പുറത്ത് ആ പല്ലൊടിഞ്ഞ മലയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. അങ്ങനെ പല്ലൊടിഞ്ഞ മലയിലെത്തും. അവിടേക്ക് കയറി ചെല്ലാനായിട്ട് കുറച്ച് പാടാണ്. വലിഞ്ഞു കയറണം. അങ്ങനെ വലിഞ്ഞതിൻ്റെ മേലെ എത്തും. കയ്യിലൊരു പന്തവും കത്തിച്ചുകൊണ്ട് അതിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുന്ന നേരം അവിടെ ആരെയും കാണുന്നില്ല. നമ്മൾ നേരത്തെ ഒരു സത്വത്തെ കണ്ടില്ലായിരുന്നോ, അതിനെ അവിടെ കാണുന്നില്ല. പെട്ടെന്നാണ് പിന്നീന്നൊരു സ്വരം, നീ വീണ്ടും വന്നോന്ന്. ഇത് കേൾക്കുന്ന വ്ളാഡ് പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കുന്ന നേരം അവിടെയൊന്നും ആരെയും കാണുന്നില്ല. അപ്പോഴാണ് കയ്യിലുണ്ടായിരുന്ന പന്തം അണഞ്ഞു പോകുന്നത്. ആ സത്വം ആക്രമിക്കാനായി വരുന്നുണ്ടെന്ന് വിചാരിച്ച് വ്ളാഡ് വാളുകൊണ്ട് പെരുത്ത വീശാണ്. തിരിഞ്ഞു മറിഞ്ഞു എല്ലാം വീശും. എന്നാൽ ആ സത്വത്തിനൊന്നും കൊള്ളുന്നു പോലുമില്ല. പെട്ടെന്നാണ് ആ സത്വം വ്ളാഡിൻ്റെ തൊട്ടു പിന്നിൽ വന്ന് നിൽക്കുക. അതിൻ്റെ കൂർത്ത പല്ലുകൾ കാണുമ്പോൾ തന്നെ വ്ളാഡിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്നാൽ വ്ളാഡിൻ്റെ വാളിലേക്ക് അത് കൈവച്ച് ഒരൊറ്റ അടിക്ക് അത് പറത്തി കളയും, തെറിപ്പിച്ച് കളയും. ഇവിടേക്ക് എത്തിപ്പെട്ട എല്ലാവർക്കും ഭയത്തിൻ്റെ ഗന്ധമായിരുന്നു എനിക്ക് അനുഭവപ്പെട്ടിരുന്നത്. പക്ഷെ നിന്റെ അടുത്ത് നിന്ന് എനിക്ക് പ്രതീക്ഷയുടെ ഗന്ധമാണ് വരുന്നത്. സത്വം ഇങ്ങനെയെല്ലാം സംസാരിക്കുന്ന നേരം നമ്മുടെ ആളുടെ കയ്യിൽ ഒരു വെള്ളി മോതിരമുണ്ട്. അതാണെങ്കിൽ ആ സത്വത്തിന് കണ്ടു നിൽക്കാൻ പറ്റില്ല. അതൊന്ന് മറച്ചു കളയുമോ എന്ന് ചോദിക്കുമ്പോഴേക്ക് നമ്മുടെ ആളത് തുണിയുടെ പിന്നിൽ മറച്ചു കളയും. നീ എന്തിനിങ്ങോട്ട് വന്നു എന്ന് ചോദിക്കുന്ന നേരം വ്ളാഡ് വന്ന കാര്യം പറഞ്ഞു കൊടുക്കും. തുർക്കി സൈന്യം എൻ്റെ നാട് ആക്രമിക്കാനായിട്ട് വരികയാണ്. എന്നാൽ എൻ്റെ കയ്യിൽ അവരെ എതിർത്ത് നിൽക്കാനായി ഒരു വലിയ സൈന്യമില്ല. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും സഹായം കിട്ടുമോ എന്നറിയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇത് കേൾക്കുന്ന സത്വം പറയും, ഇത്രയും മഹത്തായ ലക്ഷ്യമാണോ ഡ്രാക്കുൾ, സൺ ഓഫ് ദ ഡെവിൾ? അങ്ങനെ പറയുന്ന നേരം വ്ളാഡ് പറയും, ഡ്രാക്കുൾ എന്നാൽ സൺ ഓഫ് ദ ഡെവിൾ എന്നല്ല അർത്ഥം, വ്യാളിപുത്രൻ എന്നാണ്, നിരപരാധികളുടെ സംരക്ഷകൻ. സത്വം പറയും, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നീ ഇത്രയും കാലം എത്രത്തോളം നിരപരാധികളെ കൊന്നു എന്ന് നിന്റെ നാട്ടുകാർക്കറിയാം. ഏകദേശം 100ഓളം പേരെങ്കിലും നീ കൊന്നു കാണില്ലേ? വ്ളാഡ് പേടിച്ചിട്ട് അത് ഞാൻ 100ഓളം പേരെ കൊന്നു എന്ന് പറയുന്ന നേരം ആ സത്വം ദേഷ്യം വന്ന് വ്ളാഡിനെ പിടിച്ച് ചുമരിനോട് ചേർത്ത് പിടിച്ച് പറയും, നീ എന്തിനാണ് എന്നോട് നുണ പറയുന്നത്? ഇനിയും കള്ളം പറയാൻ നിന്നാ നിന്റെ തലയോട്ടി പൊളിച്ച് നിന്നെ കൊണ്ട് തന്നെ ഞാൻ തീറ്റിക്കും. അത് കേൾക്കുന്ന വ്ളാഡ് 100 എന്നുള്ളത് മാറ്റി ആയിരക്കണക്കിന് ആളുകളെ കൊന്നു എന്ന് പറയും. ആയിരക്കണക്കിന് നിരപരാധികളെ നീ കൊന്നപ്പെടും. നിനക്ക് എന്തായിരുന്നോ തോന്നിയിരുന്നത്? നീ ഒരു രാജാവാണെന്ന് തോന്നിയോ? നീ എല്ലാത്തിനും അധിപനാണെന്ന് തോന്നിയോ? ഇല്ല, എനിക്കൊന്നും തോന്നിയില്ല എന്ന് വ്ളാഡ് പറയുന്ന നേരം പിന്നെ നീ ഇതെല്ലാം എന്തിനാണ് ചെയ്തതെന്ന് സത്വം ചോദിക്കും. അതിന് നമ്മുടെ ആൾ പറയാ, ജനങ്ങളാരും വാളിനെ അല്ല ഭയക്കുന്നത്, അവരെല്ലാവരും കൊന്നു തള്ളുന്ന രാക്ഷസന്മാരെയാണ് ഭയക്കുന്നത്. ഒരു നാട് ഞാൻ ഇല്ലാതാക്കുന്ന സമയം മറ്റു 10 നാടുകളെ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. അതിന് സത്വം, ഓ അപ്പം നിനക്കറിയാം ഒരു രാക്ഷസൻ എങ്ങനെയാണ് ഉദയം എടുക്കുന്നതെന്ന്. ഞാൻ ഇത്രയും കാലം എനിക്കൊരു പിൻഗാമിയെ കാത്തിരിക്കുകയായിരുന്നു. അതിനനുയോജിച്ചയാൾ നീയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സത്വം നേരെ ചെന്ന് ഒരു തലയോട്ടി എടുത്ത് താഴെയിട്ട് അടിച്ചു പൊട്ടിക്കും. കൂർത്ത പല്ലുകൾ കൊണ്ട് സ്വന്തം കൈ തന്നെ കടിച്ചു പൊട്ടിച്ച് ചോര ആ തലയോട്ടിയിലേക്ക് ഒഴിച്ചു വെക്കും. എന്നിട്ട് നമ്മുടെ ആക്കത് കുടിക്കാൻ കൊടുക്കുന്ന നേരം നമ്മുടെ ആൾ ചോദിക്കും, വ്ളാഡ് ചോദിക്കും, ഇത് ഞാൻ കുടിച്ചാൽ എനിക്ക് എന്താണ് സംഭവിക്കുക? ഞാൻ ഇത്രയും നാൾ സഞ്ചരിച്ച വഴികൾ എന്താണോ അത് നിനക്ക് മനസ്സിലാകും. ഞാൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ടത് എന്താണോ അതും നിനക്ക് മനസ്സിലാകും. അതിനും പുറമെ എൻ്റെ ശക്തികൾ അതെല്ലാം നിന്നിലേക്ക് വന്നു ചേരും. ഇത് കേൾക്കുന്ന വ്ളാഡ് ചോദിക്കും, ഇതെല്ലാം പകരമായിട്ട് എനിക്ക് എന്ത് നഷ്ടപ്പെടും? എനിക്ക് എന്താണ് സംഭവിക്കുക? പകരം മനുഷ്യരക്തത്തോടുള്ള നിന്റെ ദാഹം അത് കൂടി വരും. നിനക്കൊരിക്കലും അത് തടഞ്ഞു നിർത്താൻ പറ്റില്ല. നീ 3 ദിവസമായിട്ടും മനുഷ്യരക്തമൊന്നും കുടിച്ചില്ലെങ്കിൽ, നീ ഈ രക്തം കുടിച്ചിട്ട് 3 ദിവസത്തേക്ക് മനുഷ്യരക്തം വേറെ ഒന്നും കുടിച്ചില്ലെങ്കിൽ നിനക്ക് തിരിച്ച് മനുഷ്യഗണത്തിലേക്ക് തന്നെ വരാം. ഇത് കേൾക്കുന്ന വ്ളാഡ് വിചാരിക്കുന്നത് ഈ രക്തം കുടിച്ചൊരു രാക്ഷസനായി മാറി തുർക്കി സൈന്യത്തെ എല്ലാം ഇല്ലാതെയാക്കി 3 ദിവസം കൊണ്ട് തുർക്കി സൈന്യത്തെ എല്ലാം ഇല്ലാതാക്കി 3 ദിവസം രക്തമൊന്നും കുടിക്കാതെ തിരിച്ച് മനുഷ്യഗണത്തിലേക്ക് തന്നെ മാറി വരാമെന്നാണ്. എന്നിരുന്നാലും അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയെയും കുട്ടിയെയും അവൻ ഇല്ലാതാക്കുമോ എന്നുള്ള പേടി വരെ അവൻ്റെ ഉള്ളിലുണ്ട്. എന്നിരുന്നാലും നാടിനു വേണ്ടി അവനത് കുടിച്ചു. അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ശരീരത്തിൽ മുഴുവനായിട്ട് എന്തോ ഒരു മാറ്റം. പിന്നെ വ്ളാഡിനൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ആളെ കണ്ണ് മെല്ലെ അടയും. കുറേ സമയം കഴിഞ്ഞ് കണ്ണ് തുറക്കുന്ന നേരം നമ്മുടെ ആൾ കിടക്കുന്നത് ആ നദിയിലാണ്. പല്ലൊടിഞ്ഞ മലയിൽ നിന്നും ഒഴുകി വരുന്ന നദിയില്ലേ, അതിലാണ് കിടക്കുന്നത്. ശരീരത്തിലാകെ ഒരു മാറ്റമൊന്നും തോന്നുന്നില്ല. മെല്ലെ എഴുന്നേൽക്കാനായി തൊട്ടടുത്തുണ്ടായിരുന്ന പാറക്കല്ലിൽ കൈ വെക്കുമ്പോഴാണ് അത്
പൊടിഞ്ഞു പോകുന്നത്. ഇതെന്താണ് സംഭവിച്ചതെന്ന് അറിയാനായി കൈ നോക്കുന്ന നേരം കയ്യിലാകെ മുറിവ് പറ്റിയിട്ടുണ്ട്. അതാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടഞ്ഞു പോകും. വ്ളാഡിന് മനസ്സിലായി തനിക്ക് എന്തെല്ലാമോ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞുവെന്ന്. മെല്ലെ എഴുന്നേറ്റ് നിൽക്കുമ്പോഴാണ് ദൂരെ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. ചെവി ഓർത്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുക ഒരു ചിലന്തി അതിന്റെ ഇരയെ അതിന്റെ വലയിൽ പിടിത്തിരിക്കുകയാണ്. അതിനെ വല വെക്കുന്ന ശബ്ദമാണ് ഇവിടെ വ്ളാഡ് കേൾക്കുന്നത്. ആ ഇരുട്ട് നിറഞ്ഞ കാട്ടിലേക്ക് നോക്കുന്ന നേരം കാടിനകത്തുണ്ടായിരുന്ന മൃഗങ്ങളെയെല്ലാം പറവകളെയെല്ലാം വ്ളാഡിന് ഇവിടെ നിന്ന് കാണാൻ പറ്റും. എനിക്ക് വലിയൊരു മാറ്റം വന്നെന്ന് വ്ളാഡ് ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് വലിയൊരു ശബ്ദം കേട്ട ആകാശത്തേക്ക് കോട്ടയുണ്ടായിരുന്ന ഭാഗത്തേക്ക് നോക്കുന്നത്. അവിടെയാണെങ്കിൽ വലിയ തീഗോളങ്ങൾ കാണുന്നുണ്ട്. അവിടെ എന്തോ സംഭവിച്ചു കഴിഞ്ഞു. നമ്മുടെ ആൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഓടും. എന്നാൽ ഓടുന്ന വഴിക്കാണ് വ്ളാഡ് പെട്ടെന്ന് തന്നെ വവ്വാലായി മാറുന്നത്. ഇഷ്ടംപോലെ വവ്വാലുകളായി മാറുന്നത്. അങ്ങനെ പെട്ടെന്ന് അവിടെ തന്നെ നിൽക്കും. ഇതുപോലൊരു ശക്തി കിട്ടുമെന്ന് വ്ളാഡ് വിചാരിച്ചതല്ല. പക്ഷേ ഈ ഒരു ശക്തി കിട്ടിയത് കൊണ്ട് തന്നെ വ്ളാഡ് ഇപ്പോൾ കുറച്ചുകൂടെ സന്തോഷവാനാണ്. എന്നിരുന്നാലും നാട് കത്തല്ലേ, പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പറക്കും. അതേ സമയത്ത് തുർക്കി സൈന്യം ഡ്രാക്കുള കോട്ട നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തുർക്കി സൈന്യത്തിന് അറിയാം അവിടെ വലിയ സൈനികരൊന്നും ഇല്ലാന്ന്. ഇതേ സമയത്താണ് വ്ളാഡ് കൊട്ടാരത്തിലെത്തുന്നത്. ഭാര്യ വ്ളാഡിനെ കാണുമ്പോൾ തന്നെ ഓടി വന്ന് കെട്ടിപ്പിടിക്കും. എന്നാൽ നമ്മുടെ ആൾ നേരെ ചെല്ലുന്നത് ജനങ്ങൾക്കിടയിലേക്കാണ്. പേടിച്ച് നിൽക്കുന്ന അവരോട് പറയും, ഈ ഒരു അക്രമം കണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, നമ്മൾ ഒരിക്കലും ഈ യുദ്ധത്തിൽ പരാജയപ്പെടില്ല. രാജാവിന്റെ ഒരു ഒറ്റ വാക്ക് മതി, ജനങ്ങളെല്ലാവരും സമാധാനപ്പെടും. അങ്ങനെ നമ്മുടെ ആൾ നേരെ ചെല്ലുന്നത് തുർക്കി സൈന്യത്തിന് മുന്നിലേക്കാണ്. അവിടേക്ക് ചെന്നാൽ തന്നെ ഒരു ചർച്ച ചെയ്യാനുള്ള സമയമൊന്നും അവർ കൊടുക്കില്ല. അവർക്കൊരു ചർച്ച ചെയ്യണമെന്ന് പോലുമില്ല. അതിന്റെ ഇടയിലേക്കാണ് നമ്മുടെ ആള് അവരുടെ മുന്നിലേക്ക് കയറി ചെല്ലുന്നത്. ദൂരേക്ക് നോക്കുന്നേരം ഇരുട്ടിൽ മറഞ്ഞു കിടക്കുന്ന തുർക്കി സൈന്യത്തെല്ലാം വ്ളാഡിന് കാണാൻ പറ്റും. അങ്ങനെ നടന്ന് പിന്നെ അങ്ങോട്ട് ഒരു ഒറ്റ ഓട്ടാണ്. അവരുടെ ഇടയിലേക്ക് ഓടിച്ചെല്ലും. വ്ളാഡ് ഇപ്പോഴൊരൊറ്റ ആളാണെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ 10,000-കണക്കിന് ആളുകളുടെ ശക്തിയാണ് വ്ളാഡിനുള്ളിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ എല്ലാവരെയും വ്ളാഡ് അടിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. തുർക്കി സൈന്യത്തിനാണെങ്കിൽ അവരെ ആക്രമിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനും കൂടി പറ്റില്ല. അത്രയും വേഗത്തിലാണ് വ്ളാഡ് വവ്വാലിനെ പോലെ വന്ന് അവരെ എല്ലാവരെയും അറ്റാക്ക് ചെയ്യുന്നത്. അവരെ എല്ലാവരെയും വെട്ടി വീഴ്ത്തും. അങ്ങനെ കുറച്ച് സമയം കൊണ്ട് തന്നെ വ്ളാഡ് 1000-കണക്കിന് സൈന്യത്തെ അവിടെ വെച്ച് തീർത്ത് കളഞ്ഞു, കൊന്നുകളഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോഴാണ് നാട്ടുകാരെല്ലാവരും കൊട്ടാരത്തിലുള്ള ആളുകളെല്ലാവരും അങ്ങോട്ട് ഓടി വരുന്നത്. 1000-കണക്കിന് സൈന്യത്തെ വെട്ടി വീഴ്ത്തിയ വ്ളാഡിനെ കാണുന്ന നേരം അവർക്ക് ചോദിക്കണമെന്നുണ്ട് ഇതെല്ലാം എങ്ങനെയാണ് സംഭവിച്ചതെന്ന്. എന്നാൽ വ്ളാഡ് അവരോട് പറയും, ഇന്ന് രാത്രി ഈ യുദ്ധഭൂമിയിൽ എന്താണ് സംഭവിച്ചതെന്ന് എന്നോട് ആരും ചോദിക്കരുത്. നമ്മളിനി ഇവിടെ നിൽക്കുന്ന ഒരിക്കലും നല്ലതിനല്ല. തുർക്കി സൈന്യം നമ്മളെ തെരഞ്ഞ് ഇവിടെ എത്തും. അതുകൊണ്ട് തന്നെ നമ്മൾ മലക്ക് മേലെയുള്ള കോസിയ വിഹാരത്തിലേക്ക് പോകണം. അവിടെയാണെങ്കിൽ പീരങ്കിയുടെ ആക്രമണത്തിൽ നിന്നെങ്കിലും നമുക്ക് രക്ഷപ്പെടാം. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് നാട്ടുകാരെല്ലാവരും കോട്ടയിലെ എല്ലാവരും കോസിയ വിഹാരത്തിലേക്ക് യാത്രയാകും. കോസിയ വിഹാരം എന്ന് പറഞ്ഞാൽ ചർച്ച തന്നെയാണ്. അതേ സമയത്ത് തന്നെയാണ് തുർക്കി സുൽത്താൻ വ്ളാഡ് അവരുടെ 1000-കണക്കിന് യോദ്ധാക്കളെ വെട്ടിക്കൊന്നു എന്നുള്ള കാര്യം കേൾക്കുന്നത്. എന്നാൽ അങ്ങനെ അപ്പം തന്നെ പറയും, നമ്മൾ ഇനിയും 100,000-ഓളം പേരെ അങ്ങോട്ട് അയക്കണം. എന്നാൽ ദൂരെ നിന്ന് തുർക്കി സൈന്യം തന്ത്രങ്ങൾ മെനയുന്നത് ദൂരെ ഒരു മലയുടെ മേലെയായിട്ട് നമ്മുടെ വ്ളാഡും കുറച്ചുപേരും കാണുന്നുണ്ട്. അവരെങ്ങനെ അവരെ തോൽപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അന്നേരം പടത്തലവൻ പറയും, നമ്മൾ ഇവിടെ വെച്ച് ഇവരെ തീർക്കണമെങ്കിൽ ഈ മലയുടെ മേലെയായിട്ട് നമ്മൾ വിന്യസിച്ചിരിക്കണം. അതിനായിട്ട് ഒരു 3-4 മാസം എന്തായാലും എടുത്തിരിക്കും. എന്നാൽ നമ്മുടെ വ്ളാഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 3-4 മാസം ഒരിക്കലും എടുക്കാൻ പാടില്ല. അവന് 3 ദിവസം കൂടെ അവന്റെ ഈ ഒരു ശക്തി ഉണ്ടാകൂ. അതിനുള്ളിൽ തുർക്കി സൈന്യത്തെ തീർത്തിരിക്കണം. വ്ളാഡ് പറയും, എനിക്ക് 4 മാസമൊന്നും കാത്തിരിക്കാൻ പറ്റില്ല, 2 ദിവസം അതിനുള്ളിൽ ആ പടയെ എനിക്ക് തീർത്തിരിക്കണം. ഈ സമയത്താണെങ്കിൽ കോസിയ വിഹാരത്തിലേക്ക് പോകുന്ന ട്രാൻസിൽവാനിയക്കാര്, നമ്മുടെ വ്ളാഡിന്റെ നാട്ടുകാർ അവിടെ തമ്പടിച്ചിരിക്കുകയാണ്. രാത്രിയായപ്പോൾ ഒരു സ്ഥലത്ത് തമ്പടിച്ചിരിക്കുകയാണ്. എന്നാൽ അവർ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിലേക്ക് വരുന്ന വ്ളാഡിന് അവർ ഭക്ഷണം കഴിക്കുന്ന ശബ്ദം കേട്ട് അവിടെ നിൽക്കാൻ പറ്റില്ല. അവർ ഇറച്ചിയെല്ലാം കടിച്ചു വലിക്കുന്ന കേട്ടാൽ അവൻ എന്തോ പോലെ തോന്നിയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് ടെന്റിലേക്ക് എത്തും. ഇത് കാണുന്ന ഭാര്യ, നിനക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്ന നേരം നമ്മുടെ ആളൊന്നും പറയില്ല. എന്നാൽ അതെല്ലാം മറയ്ക്കാനായി വ്ളാഡ് അവളെ സ്നേഹിക്കാൻ തുടങ്ങും. എന്നാൽ സ്നേഹിച്ച് ഒരു അധീനതയിൽ എത്തുമ്പോഴാണ് അവളുടെ കഴുത്തിലെ നരമ്പ് നമ്മുടെ ആൾ കാണുന്നത്. ആ നരമ്പ് കാണുമ്പോൾ തന്നെ അതിലെ ചോര കുടിക്കണമെന്ന് വ്ളാഡിന് അതിയായ മോഹം വരും. എന്നാൽ കടിക്കാൻ പറ്റില്ലല്ലോ, സ്വന്തം ഭാര്യയല്ലേ ഇരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അവൻ മാറിക്കളയും. ഇനിയും ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാകുന്ന വ്ളാഡ് പെട്ടെന്ന് തന്നെ കാട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലും. ഉൾക്കാട്ടിലേക്ക് പോകുമ്പോഴാണ് അവന്റെ തൊട്ടു പിന്നാലെയായിട്ട് ആരോ ഫോളോ ചെയ്തു വരുന്നത്. എന്നാൽ തന്റെ പിന്നിൽ ഒരാൾ ഒളിച്ചു നിൽക്കുന്നുണ്ടെന്ന കാര്യം വ്ളാഡ് മനസ്സിലാകുമ്പോൾ ഒളിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വന്നാലോ എന്ന് പറയുന്ന നേരം അങ്ങനെ മേലെ പുറത്തേക്ക് വരും. നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കും. എനിക്കൊന്നും വേണ്ട, പകരം നിനക്ക് ആവശ്യമുള്ള ഒരു സാധനം തരാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നിട്ട് കത്തി എടുക്കുന്ന നേരം വ്ളാഡ് അവനോട് ചോദിക്കും, ആ കത്തിക്ക് എന്നെ കൊല്ലാൻ പറ്റുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അങ്ങേര് പറയും, കൊല്ലാൻ പറ്റില്ല, പക്ഷെ നിന്നെ ശക്തനാക്കാൻ പറ്റും. എന്നിട്ട് അങ്ങേര് ആ കത്തിയിലേക്ക് കൈ വെച്ച് അങ്ങേരുടെ ചോര ഒരു പാത്രത്തിലേക്കാക്കിയിട്ട് നമ്മുടെ വ്ളാഡിനെ കൊണ്ട് കൊടുക്കുകയാണ്. അങ്ങേര് ഇതെല്ലാം എന്തിനാണ് ചെയ്യുന്നതെന്ന് അറിയില്ല. പക്ഷെ വ്ളാഡ് ഈ രക്തം കുടിച്ചാൽ ആ പല്ലൊടിഞ്ഞ മലയിൽ കുടുങ്ങിക്കിടക്കുന്ന സത്വമല്ലേ, അതിന് സ്വതന്ത്രനാവാൻ പറ്റും. എന്നാൽ വ്ളാഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇതുപോലൊരു ജീവിയായിട്ട് ജീവിക്കണമെന്ന് വ്ളാഡിന് തോന്നുന്നില്ല. അവന് മനുഷ്യനായിട്ട് മാറണമെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങേരെ പിടിച്ച് മരത്തിനോട് ചേർത്ത് പിടിച്ച് എന്നെ നീ വെറുതെ വിട്ടാൽ മതിയെന്ന് പറയും. എന്നാൽ അങ്ങേര് പോയി കഴിയുമ്പോൾ അങ്ങേര് പാത്രത്തിലാക്കി വെച്ചിരുന്ന ചോരയില്ലായിരുന്നോ, അത് താഴേക്ക് വീണിട്ടുണ്ട്, മണ്ണിൽ വീണിട്ടുണ്ട്. അത് കാണുന്ന വ്ളാഡിന് അതെങ്ങനെങ്കിലും കുടിച്ചാൽ മതിയെന്നാകും. അതിൻ്റെ അടുത്തേക്ക് ചെല്ലും. കുടിക്കാനായി അതിൻ്റെ അടുത്തേക്ക് തല താഴ്ത്തി വെക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ സ്മെല്ല് കിട്ടുന്ന നേരം, ഗന്ധം കിട്ടുന്ന നേരം നമ്മളത് ആസ്വദിക്കും. പക്ഷെ അത് കുടിക്കില്ല, എങ്ങനെയോ പിടിച്ചു നിൽക്കും. പിറ്റേന്ന് രാവിലെ ആകുന്ന നേരം സുൽത്താൻ യുദ്ധമുഖത്ത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായിട്ട്
അങ്ങോട്ട് എത്തും. അവിടെയാണെങ്കിൽ ഒരൊറ്റ പോരാളി മാത്രം പാതി ജീവനായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങേര് പറയും വ്ലാഡിനെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന്. അന്നേരം സുൽത്താൻ കാണുന്നത് അവിടെ ഉണ്ടായിരുന്ന അവരുടെ പടയാളികളെ എല്ലാവരെയും കമ്പിൽ കുത്തി നിർത്തി വെച്ചിരിക്കുന്നതാണ്. ഇതേ സമയത്ത് തന്നെ രാവിലെ ടെന്റിൽ നിന്ന് എഴുന്നേൽക്കുന്ന വ്ലാഡിന്റെ ഭാര്യ കാണുന്നത് വ്ലാഡ് പുതപ്പിനുള്ളിൽ വിറച്ചിരിക്കുന്നതാണ്. അവൾക്ക് ഇതെന്താന്ന് മനസ്സിലാവില്ല. പെട്ടെന്ന് തന്നെ വന്ന് തുണി മാറ്റി നോക്കും. വ്ലാഡാകെ വിളറി നിൽക്കുകയാണ്. മാത്രമല്ല അവൻ അണിഞ്ഞിരുന്ന മോതിരം അവനൊരു മാല പോലെ കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട്. അവന്റെ വെള്ളി മോതിരം അവനൊരു മാല പോലെ അണിഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് നെഞ്ചിൽ തട്ടുന്ന ഭാഗത്ത് ആകെ കരിഞ്ഞു പുകഞ്ഞു പോകുന്ന പോലെയുണ്ട്. ഇതുപോലുള്ള വെള്ളികൾ ഇതുപോലുള്ള സ്വത്തങ്ങൾ അശക്തരാക്കി മാറ്റും. ഇത് കാണുന്ന ഭാര്യ പെട്ടെന്ന് തന്നെ അത് പറിച്ചു കളഞ്ഞ് ചോദിക്കും, വ്ലാഡ് നിനക്ക് എന്താണ് സംഭവിക്കുന്നത്? അതിനവൻ പറയും, ആ കുന്നിന്റെ മേലെ, ആ പല്ലൊടിഞ്ഞ കുന്നിന്റെ മേലെ ഒളിച്ചിരിക്കുന്ന സത്വമല്ലേ ജനങ്ങൾ പേടിക്കുന്ന, അതിപ്പം ഞാനാണ്. എന്നാൽ അവൾക്ക് കുറച്ചുകൂടെ കാര്യം മനസ്സിലാകാൻ ആ ടെന്റിന്റെ തുണി പെട്ടെന്ന് തന്നെ വ്ലാഡ് പറിച്ചു കളയും. അതിന്റെ അകത്തുകൂടെ വെയിൽ അവന്റെ മേലെ അടിക്കുന്ന നേരം അവന്റെ ദേഹമാകെ പൊള്ളി കരിഞ്ഞു പോവാണ്. ഇത് കാണുന്ന അവൾ പെട്ടെന്ന് തന്നെ തുണിയെല്ലാം മറച്ചു വെച്ച്, വ്ലാഡ് നിന്നോട് ഇതാരാണ് ചെയ്തേ? ആര് തന്നെ ചെയ്തതായാലും അവൻ അനുഭവിക്കുക തന്നെ ചെയ്യും. അതിന് വ്ലാഡ് പറയും, ഇതൊരിക്കലും ആരും എന്നോട് ചെയ്തതല്ല, ഞാൻ തന്നെ ചെയ്താണ്. നമ്മുടെ നാടിനെ രക്ഷിക്കാൻ എനിക്ക് ഈ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ മുന്നിൽ ഈ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതൽ കാര്യങ്ങളൊന്നും നീ എന്നോട് ചോദിക്കരുത്. നീ പെട്ടെന്ന് തന്നെ ആളുകളെ എല്ലാവരെയും കൂട്ടി വിഹാരത്തിലേക്ക് പോകാനുള്ള പരിപാടി നോക്ക്. ഞാൻ എല്ലാം അവസാനിപ്പിച്ച് നിങ്ങളുടെ പിന്നാലെ എവിടെ എത്തും. അങ്ങനെ ഭാര്യ പുറത്തിറങ്ങുന്ന നേരം എല്ലാവരും പോകാനായി റെഡിയായി. പടത്തലവനോട് നമുക്ക് പോയാലോ എന്ന് ചോദിക്കുന്ന നേരം അങ്ങേര് ചോദിക്കും, വ്ലാഡ് എവിടെ പോയി? അവള് പറയും, നിങ്ങൾ ആരും ഇല്ലാതെ അങ്ങേർക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണമെന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, നമുക്ക് പെട്ടെന്ന് തന്നെ പോകാമെന്ന്. എന്നിരുന്നാലും പടത്തലവൻ അതിന് സമ്മതിക്കില്ല. വ്ലാഡ് ഇല്ലാതെ പോവില്ല എന്ന് പറയും. എന്നിരുന്നാലും അവൾ പിന്നെയും പറയുന്ന നേരം രാജാവിന്റെ ഭാര്യയല്ലേ, കൂടുതൽ എതിർക്കാനൊന്നും പറ്റില്ലല്ലോ, അവൻ സമ്മതിക്കും. അങ്ങനെ അവരെല്ലാവരും കൂടെ വിഹാരത്തിലേക്ക് യാത്രയാവും. അങ്ങനെ സന്ധ്യയാവും നേരം സൂര്യൻ അസ്തമിക്കുമ്പോൾ ആ ടെന്റിൽ നിന്നും വ്ലാഡ് അവന്റെ വേട്ടയ്ക്കായിട്ട് വവ്വാലായിട്ട് പുറത്തേക്ക് ഇറങ്ങും. ഇതേ സമയം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആളുകൾ കാട്ടിലേക്ക് കയറി ചെല്ലുന്ന നേരം, കാട്ടുവഴിയിലൂടെ പോകുന്ന നേരം പെട്ടെന്നാണ് തുർക്കി സേനം അവരുടെ മുന്നിലേക്ക് ചാടി വീഴുന്നത്. അവർ കണ്ണി കണ്ട ആളുകളെ എല്ലാവരെയും വെട്ടി വീഴ്ത്താൻ തുടങ്ങും. ആരും ഇതുപോലൊരു ആക്രമണം പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ അവരെ ഒന്നും തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ഈ നാട്ടുകാർ, ട്രാൻസിൽവാനിയയിലെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ വളരെ പാവം പിടിച്ച ആളുകളാണ്. അവർക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഈ ആക്രമണങ്ങളുടെ ഇടയിലും വ്ലാഡിന്റെ ഭാര്യയ്ക്കും മകനും ഒന്നും പറ്റാതിരിക്കാൻ പടത്തലവൻ അവരെ രണ്ടുപേരെയും സേഫായിട്ട് കുറച്ച് അകലെ കൊണ്ടുവരും. എന്നാൽ അവരെയും പിന്തുടർന്നുകൊണ്ട് വ്ലാഡിന്റെ ഭാര്യയെയും മകനെയും കൊല്ലാനായി ഒരു പടയാളി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ആ പടയാളിയെ അവരുടെ തൊട്ടടുത്തേക്ക് പോലും അടുപ്പിക്കാൻ പടത്തലവൻ സമ്മതിക്കുന്നില്ല. ഇതേ സമയത്താണ് വവ്വാലായി പറന്നെത്തുന്ന വ്ലാഡ് അവിടെ ഉണ്ടായിരുന്ന സൈന്യത്തെ എല്ലാം അടിച്ചിടുന്നത്, എല്ലാത്തിനെയും വെട്ടി വീഴ്ത്തുന്നത്. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. തുർക്കി സൈന്യത്തിനാണെങ്കിൽ ഇരുട്ടത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവില്ല. വ്ലാഡിനാണെങ്കിൽ വവ്വാലിനെ പോലെ രാത്രിയും കാണാൻ പറ്റുന്നതുകൊണ്ട് തന്നെ എല്ലാത്തിനെയും സുഖമായിട്ട് വെട്ടി വീഴ്ത്താൻ പറ്റും. ഇതേ സമയത്ത് നേരത്തെ ഭാര്യയും മകനെയും തെരഞ്ഞു വന്നിരുന്ന പടയാളി പടത്തലവനെ വെട്ടിക്കൊന്നുകളയും. എന്നിട്ട് ഭാര്യയോട് ചോദിക്കും, എവിടെ പോയി നിന്റെ ആ വലിയ രാജാവ്? നീ ഇപ്പോഴും വിചാരിക്കുന്നുണ്ടോ അവൻ നിന്നെ രക്ഷിക്കാനായിട്ട് ഇങ്ങോട്ട് വരുമെന്ന്? പെട്ടെന്നാണ് വ്ലാഡ് അങ്ങോട്ട് പറന്നെത്തുന്നത്. അവന് മനസ്സിലാവില്ല ഇതെന്താണ് അവനെ ആക്രമിക്കുന്നതെന്ന്. അവൻ പേടിച്ച് മലയുടെ തറ്റത്തേക്ക് ചെല്ലുന്ന നേരം വ്ലാഡ് പെട്ടെന്ന് അവന്റെ കൂർത്ത പല്ലുമായിട്ട് അവന്റെ മുന്നിലേക്ക് എത്തും. അത് കാണുന്നവൻ പെട്ടെന്ന് തന്നെ താഴേക്ക് വീണു പോകും. വ്ലാഡ് തിരിഞ്ഞു നോക്കുന്ന നേരം പടത്തലവൻ ഇതുവരെ മരിച്ചിട്ടില്ല, അവന് കാര്യമായി പരിക്ക് പറ്റിയിട്ടേ ഉള്ളൂ. എന്നാൽ അവന്റെ അടുത്തേക്ക് ചെല്ലുന്ന നേരം അവൻ പറയും, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്കിനി മരിച്ചേ പറ്റൂ. വ്ലാഡാണെങ്കിൽ അവനെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം നടത്തുമ്പോഴേക്ക് അവൻ മരിച്ചു കഴിഞ്ഞു. വ്ലാഡിന് അത് സഹിക്കാൻ പറ്റില്ല. കാരണം വ്ലാഡിന്റെ ഒരു കൂട്ടുകാരനെ പോലെ ആയിരുന്നു പടത്തലവൻ. ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാകുന്ന അവരെല്ലാവരും കൂടെ ആ വിഹാരത്തിലേക്ക് യാത്രയാകും. എന്നാൽ ഇവിടെ താഴേക്ക് കൊക്കയിലേക്ക് വീണിരുന്ന ഒരു പടയാളി ഇല്ലായിരുന്നോ? അങ്ങേര് താഴേക്ക് വീണിട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു വള്ളിയിൽ പിടിച്ചു നിൽക്കാണ്. എന്നാൽ അങ്ങേർക്കിപ്പോൾ മനസ്സിലായി വ്ലാഡ് ആരാണെന്നുള്ള കാര്യം. അവനൊരു രാക്ഷസനായി മാറി എന്നുള്ളത് അവന് മനസ്സിലായി. ഇവിടെ എല്ലാവരും ആ മലയുടെ മേലെയുള്ള വിഹാരത്തിലെത്തുന്ന നേരം, ചർച്ചിലെത്തുന്ന നേരം എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് തുടങ്ങാണ്. ഇനി അഥവാ പെട്ടെന്ന് ഇവിടേക്കൊരു യുദ്ധം വരികയാണെങ്കിൽ, ആക്രമണം വരികയാണെങ്കിൽ എങ്ങനെയും രക്ഷപ്പെടണമല്ലോ. അന്നേരമാണ് വ്ലാഡിന്റെ മകൻ ആ വിഹാരത്തിന്റെ അകത്ത് അടച്ചിട്ട നിലയിൽ ഒരു മുറി കാണുന്നത്. അവനത് കാണുമ്പോൾ തന്നെ വ്ലാഡിനോട് ചോദിക്കും, ഇതെന്താ ഈ മുറി അടഞ്ഞു കിടക്കുന്നത്? അതിനകത്ത് എന്താ? അതിനകത്ത് ഞാൻ ഇനി ഒരിക്കൽ കൂടി ഉപയോഗിക്കല്ലേ എന്ന് ആഗ്രഹിക്കുന്നതാണുള്ളതെന്ന് വ്ലാഡ് പറയും. അതെന്താന്ന് വ്ലാഡ് പറഞ്ഞു കൊടുക്കുന്നില്ല, പക്ഷെ ഇങ്ങനെയാണ് പറയുന്നത്. ഇതേ സമയം സുൽത്താൻ അറിഞ്ഞു കഴിഞ്ഞു വ്ലാഡ് വലിയൊരു രാക്ഷസനായി മാറിയെന്നുള്ള കാര്യം. എന്നാൽ സുൽത്താന്റെ അച്ഛൻ പറയും, ഇനി ഒരിക്കലും വലിയൊരു പടയായിട്ട് പോയിട്ടൊന്നും കാര്യമല്ല, അവന്റെ മുമ്പിൽ അതിനൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എന്നാൽ സുൽത്താൻ പറയും, ജനങ്ങൾ കാണാത്ത ഒന്നിനെ അവരൊരിക്കലും ഭയക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വ്ലാഡിനെ കാണാതെയാണ് അവനെ ആക്രമിക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് തുർക്കി പട കണ്ണ് കെട്ടിക്കൊണ്ട് വ്ലാഡിന്റെ വിഹാരത്തിലേക്ക്, വ്ലാഡ് ഇപ്പം നിൽക്കുന്ന വിഹാരത്തിലേക്ക് പോകുന്നതാണ്. അവരിനി ഒരിക്കലും വ്ലാഡിനെ കാണില്ല. അതുകൊണ്ട് തന്നെ അവർക്കാർക്കും ഭയം ഉണ്ടാവില്ല. ഇതേ സമയം വിഹാരത്തിൽ പകലായതുകൊണ്ട് തന്നെ വ്ലാഡിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. വെയിൽ കൊണ്ടാൽ അവന് പിന്നെ ജീവിച്ചിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയിൽ തണലത്തുകൂടെയാണ് അവന് പോകാനുള്ള സ്ഥലത്തേക്കെല്ലാം പോകുന്നത്. എന്നാൽ അവന്റെ വ്ലാഡിന്റെ വികാരി അച്ഛൻ ഇതെല്ലാം കാണുന്നുണ്ട്. അങ്ങർക്ക് എന്തോ ഒരു സംശയം. വ്ലാഡാണെങ്കിൽ പണിപ്പുരയിലൂടെ നടക്കുമ്പോഴാണ് വികാരി അച്ഛൻ അങ്ങോട്ട് വെള്ളി വാളുമായിട്ട് വരുന്നത്. അങ്ങേർക്കറിയാം ഇതുപോലെയുള്ള സ്വത്വങ്ങൾ വെള്ളിയിൽ നിന്നും അശക്തരാണെന്ന്. അതുകൊണ്ടാണ് വാളുമായിട്ട് വരുന്നത്. അങ്ങേര് പറയും, വ്ലാഡ് നീ എന്തോ ഒന്നായി മാറിക്കഴിഞ്ഞു എന്ന് എനിക്കറിയാം. നീ കൂടുതൽ ജീവിച്ചിരിക്കുന്നത് ഈ നാടിന് നല്ലതല്ല. ഈ വെള്ളി വാളിനെ നീ
ഭയക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഈ കുരിശിനെ നീ ഭയക്കുന്നില്ല. അതിൻ്റെ അർത്ഥം നീ ഇതുവരെ മനുഷ്യരക്തം കുടിച്ചിട്ടില്ല. പക്ഷേ നീ അത് ചെയ്യുന്നതിന് മുന്നേ ഞാൻ നിന്നെ കൊന്നോട്ടെ വ്ളാഡ്, ഞാൻ നിന്നെ കൊന്നോട്ടെ എന്ന് വികാരിയച്ഛൻ ചോദിക്കുന്നുണ്ട്. എന്നാൽ വ്ളാഡ് അതിനൊന്നും സംസാരിക്കുന്നില്ല. എന്നാൽ വികാരിയച്ഛൻ പെട്ടെന്ന് തന്നെ വാളുപയോഗിച്ച് ആ ടെൻറ്റ് കീറിക്കളയും. ആ വെയിൽ അവൻ്റെ മേലേക്ക് പതിക്കുമ്പോൾ തന്നെ അവൻ്റെ ശരീരമാകെ പുകഞ്ഞില്ലാതെയാവാൻ തുടങ്ങും. ഇത് കാണുന്ന വികാരിയച്ഛൻ പേടിച്ച് പുറത്തേക്ക് ഓടിയിറങ്ങും. അവിടെ ഉണ്ടായിരുന്ന ആളുകളും രാജാവ് സാത്താനായി മാറിയെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഓടും. എന്നാൽ വ്ളാഡിന് ഇതൊരിക്കലും സഹിക്കാൻ പറ്റില്ല. തൻ്റെ ജനങ്ങൾ തന്നെ പേടിച്ച് ഓടുകയാണ്. ആ ജനങ്ങൾ തന്നെ ആ ടെന്റിന് വന്ന് തീയിടും, മുഴുവനായിട്ടും തീയിടും. അതിൻ്റെ ഇടയിലേക്ക് ഭാര്യ ഓടി ഒന്ന് പറയുന്നുണ്ട്, അത് നിങ്ങളുടെ രാജാവല്ലേ, അങ്ങനെ ഒരിക്കലും സാത്താനല്ല, അങ്ങനെ നിങ്ങളെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഭാര്യ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, നാട്ടുകാരതൊന്നും ശ്രദ്ധിക്കുന്ന പോലുമില്ല. എന്നാൽ ആ കത്തുന്ന തീയുടെ ഇടയിലൂടെയുണ്ട് നമ്മുടെ വ്ളാഡ് അങ്ങനെ ഇറങ്ങി വരുന്നത്. അവൻ എല്ലാവരോടും ചോദിക്കും, നിങ്ങളെല്ലാവരും രക്ഷപ്പെടുത്താനായിട്ട് ഞാൻ ശ്രമിച്ചിട്ട് നിങ്ങളെല്ലാവരും എനിക്ക് ഇതാണോ തരുന്നത്? നീയൊക്കെ എന്താ വിചാരിക്കുന്നത്? നീയൊക്കെ ഇവിടെ ജീവനോട് ഇരിക്കുന്നത് നിന്റെ പോരാട്ട വീര്യം കൊണ്ടാണെന്നാണോ? ഞാൻ ഒറ്റ ഒരുത്തനുള്ളത് കൊണ്ടാണ് നീയും 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 ഇവിടെ ജീവനോട് ഇരിക്കുന്നത്. അത് മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലത്. അപ്പോഴേക്ക് ഭാര്യ ഓടി വന്ന് വ്ളാഡിനെ കെട്ടിപ്പിടിച്ച് പറയും, വ്ളാഡ് നീ എന്താ ഇങ്ങനെ? എൻ്റെ വ്ളാഡ് ഒരിക്കലും ഇങ്ങനെയല്ല എന്ന് പറയും. ഇത് കേൾക്കുന്ന വ്ളാഡിനും മനസ്സിലായി അവനാകെ മാറിയെന്ന്. അങ്ങനെ ചർച്ചിൽ വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് 2 ദിവസം കൂടെ എങ്ങനെയും ചോര കുടിക്കാതെ നിൽക്കാനുള്ള കഴിവ് നിങ്ങൾ എനിക്ക് തരണം, അതിനുള്ള ത്രാണി എനിക്ക് തരണം. എന്നിരുന്നാലും വ്ളാഡിന് ഉറപ്പില്ല അവന് രക്തം കുടിക്കാതിരിക്കാൻ പറ്റുമോ എന്ന്. രക്തത്തിന്റെ ഗന്ധം വരുമ്പോഴേക്ക് അവനാകെ മാറും, അവനത് കിട്ടിയാൽ മതിയെന്നാകും. അതേ സമയത്താണ് അങ്ങോട്ട് മകൻ കയറി വരുന്നത്. അവനും അറിയാം അച്ഛൻ രക്തം കിട്ടാനായി ആകെ വെമ്പി നിൽക്കുകയാണെന്ന്. എന്നിരുന്നാലും അവൻ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന് അച്ഛന് കഴിക്കാനായിട്ട് ഒരു ഭക്ഷണം കൊടുക്കും. നമ്മുടെ ആക്കും മനസ്സിലായി അവൻ എന്നെ പേടിയില്ല എന്ന്. എന്തൊക്കെ പറഞ്ഞാലും അവൻ്റെ അച്ഛനല്ല വ്ളാഡ്. അങ്ങനെ അവരൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. അവിടുന്ന് നേരെ റൂമിലേക്ക് ഭാര്യയുടെ അടുത്തേക്ക് വന്ന് പുറത്തേക്ക് ബാൽക്കണിയിലേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് ദൂരെയായിട്ട് പട്ടാളം, സൈന്യം, തുർക്കിയുടെ സൈന്യം ഇങ്ങോട്ട് വരുന്നത് കാണുന്നത്. അവർ ചെറിയ സൈന്യമൊന്നുമല്ല, വലിയൊരു സൈന്യമാണ്. അവർ ഇന്ന് രാത്രി തന്നെ എങ്ങനെങ്കിലും തീർത്തേ പറ്റൂ. തീർത്തില്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ ആയാൽ വ്ളാഡിനൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോകുമോ എന്ന് അവൻ ടെൻഷനായി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭാര്യ പറയാ, ഒരു രാജാവ് എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം നീ ചെയ്തു കഴിഞ്ഞു, നിന്നെക്കൊണ്ട് പറ്റുന്നതെല്ലാം നീ ചെയ്തു കഴിഞ്ഞു. ഈ രാത്രി നമ്മൾക്ക് തള്ളി നീക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നിന്റെ കൂടെ നിന്റെ മരണം വരെ ഞാനും നിന്റെ കൂടെ ഉണ്ടാകും. എന്തായാലും സൈന്യത്തിനടുത്തേക്ക് വന്ന് തുർക്കി സൈന്യം എവിടെയെന്ന് നോക്കുന്ന നേരം അവർ ഇത് അടുത്തെത്താനായിട്ടുണ്ട്. അപ്പോഴാണ് അങ്ങോട്ട് കുറെ വവ്വാലുകൾ പറന്നു വരുന്നത് വ്ളാഡ് കാണുന്നത്. അതിന്റെ പിന്നാലെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുക വിഹാരത്തിന്റെ ഏറ്റവും മേലെയായി ഒരു ഗോപുരത്തിലേക്കാണ് വവ്വാലുകളെല്ലാം വന്ന് കയറുന്നത്. അവിടെ ഇഷ്ടംപോലെ വവ്വാലുകളുണ്ട്. അവൻ മേലെ കൈ ഉയർത്തുന്ന നേരം വവ്വാലുകളെല്ലാം അവന്റെ നിയന്ത്രണത്തിലേക്ക് മാറും. ദൂരെ നിൽക്കുന്ന വവ്വാലുകളെല്ലാം അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ആ കോട്ടയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കണ്ണും കെട്ടി വരുന്ന സൈന്യം ഇതൊന്നും കാണുന്നില്ല. എന്നാൽ അവരുടെ മേലെ കൂടിയും വവ്വാലുകളെല്ലാം പറന്ന് കോട്ടയിലേക്ക് പോകുന്നുണ്ട്. അതെല്ലാം വ്ളാഡിന്റെ കൺട്രോളിലാണ്, നിയന്ത്രണത്തിലാണ്. ഇപ്പോഴെല്ലാ വവ്വാലുകളും വ്ളാഡിന് ചുറ്റുമായി, വിഹാരത്തിന് ചുറ്റുമായി പറന്നുകൊണ്ടിരിക്കുകയാണ്. വ്ളാഡാണെങ്കിൽ അവന്റെ കൈ മെല്ലെ മേലേക്ക് ഉയർത്തുന്ന നേരം വവ്വാലുകളെല്ലാം കൂടെ മേലേക്ക് പറന്നു പൊന്തും. അങ്ങനെ അവൻ ആ വവ്വാലുകളെല്ലാം ആ സൈന്യത്തിനിടയിലേക്ക് ചീറ്റി പറത്തിക്കും. അതെല്ലാം കൂടെ സൈന്യത്തിലേക്ക് ഇടിച്ചു കയറുന്ന നേരം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്കിപ്പോൾ കണ്ണ് കാണുന്ന പോലുമില്ലല്ലോ. കണ്ണ് തുറന്നാൽ തന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വവ്വാലുകളെല്ലാം അവരെ കടിച്ച് പിച്ച് ചീന്തിക്കൊണ്ടിരിക്കുകയാണ്. വ്ളാഡാണെങ്കിൽ കൈ മേലേക്ക് ഉയർത്തുന്ന നേരം വീണ്ടും വവ്വാലുകളെല്ലാം മേലേക്ക് വരും. അതുപോലെ തന്നെ അവൻ താഴേക്ക് ആ സൈന്യത്തിലേക്ക് ആ വവ്വാലുകളെല്ലാം പതിപ്പിക്കും. ഇനി വവ്വാലുകളെ മാത്രം വെച്ച് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനിടയിലേക്ക് സൈന്യത്തിനിടയിലേക്ക് വ്ളാഡ് കൂടെ വവ്വാലായി പറന്നിറങ്ങും. എല്ലാത്തിനെയും അരിഞ്ഞു വെട്ടാൻ തുടങ്ങും. അവരെല്ലാവരും വലിയൊരു സൈന്യം തന്നെ ഉണ്ടെങ്കിലും വ്ളാഡിനടുത്തേക്ക് ചെല്ലാൻ അവർക്കെല്ലാവർക്കും പേടിയാണ്. വ്ളാഡാണെങ്കിൽ അവരെല്ലാവരെയും വെട്ടിക്കൊന്ന് അവസാനം സുൽത്താനെ കണ്ടുപിടിച്ച് അങ്ങനെ താഴെയിട്ട് ഹെൽമെറ്റ് മാറ്റും. എന്നാൽ അത് സുൽത്താനല്ല. സുൽത്താൻ വ്ളാഡിനെ കബളിപ്പിച്ച് മറ്റെവിടേക്കോ പോയി. ഇതേ സമയം തുർക്കി സൈന്യത്തിലെ കുറച്ച് പേര് കോട്ടക്കകത്തെത്തി, വിഹാരത്തിനകത്തെത്തി. അവര് നേരെ ഭാര്യയും മകനുള്ള റൂമിലേക്കാണ് വരിക. അവിടെ സുരക്ഷക്കായിട്ട് ഒരു പടയാളി ഉണ്ടായിരുന്നെങ്കിലും വന്നവർക്ക് മുന്നിൽ അങ്ങേർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. വ്ളാഡിന്റെ ഭാര്യയും മകനും ആണെങ്കിൽ വ്ളാഡ് മേലെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നേരെ അങ്ങോട്ടാണ് ഓടിച്ചെല്ലുക. ഇതേ സമയം തുർക്കി സൈന്യത്തിനിടയിൽ നിൽക്കുന്ന വ്ളാഡിന് ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവില്ല. എന്നാൽ അവർക്കിടയിലുണ്ട് സുൽത്താൻ ഒരു പടയാളിയെ പോലെ വേഷം ധരിച്ച് വ്ളാഡിനെ നോക്കി നിൽക്കുന്നു. മേലെ ഭാര്യക്കടുത്തെത്തിയ പടയാളികളാണെങ്കിൽ അവളുടെ വയറിനിട്ട് ഒരൊറ്റ ഇടിയാണ്. ആ ഇടി കൊള്ളുമ്പോൾ തന്നെ അവൾ താഴെ വീണ് ആ വിഹാരത്തിൽ നിന്നും ആ ഗോപുരത്തിൽ നിന്നും താഴേക്ക് വിടാനായിട്ട് പോകും. അവൾ അവിടെ പിടിച്ചു നിൽക്കും. എന്നാൽ ദൂരെ നിൽക്കുന്ന വ്ളാഡ് കണ്ടു. അവൻ പെട്ടെന്ന് തന്നെ വവ്വാലായി അവളുടെ അടുത്തേക്ക് പറന്നു ചെന്ന് അവിടെ ഉണ്ടായിരുന്ന പടയാളികളെ ഇടിച്ച് തെറിപ്പിച്ച് താഴേക്കിടും. ഇതേ സമയം തന്നെ സൂര്യൻ മെല്ലെ ഉദിച്ചു വരുന്നുണ്ട്. സൂര്യ വെളിച്ചം കൊണ്ടാൽ വ്ളാഡിന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വെളിച്ചം വരുന്നതിന് മുന്നേ ഭാര്യയെ രക്ഷിക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് അവൾ താഴേക്ക് വീഴുന്നത്. അവളുടെ തൊട്ടു പിന്നാലെ തന്നെ വ്ളാഡ് എടുത്തു ചാടും. എന്നിരുന്നാലും അവളെ പിടിക്കാനായിട്ട് പറ്റുന്നില്ല, അവളുടെ അടുത്ത് എത്താനായിട്ട് പറ്റുന്നില്ല. അവളെങ്ങാനും നഷ്ടപ്പെട്ടാൽ വ്ളാഡിന് അതിലും വലിയൊരു നഷ്ടം ജീവിതത്തിൽ പിന്നെ അനുഭവിക്കാനില്ല. എന്നിരുന്നാലും അവളെ രക്ഷിക്കാനായിട്ട് വ്ളാഡ് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ദൂരെ നിന്ന് സുൽത്താൻ ഇതെല്ലാം കാണുന്നുണ്ട്. അങ്ങേർക്ക് മനസ്സിലായി ഭാര്യയ്ക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, അവൾ എന്തായാലും മരിക്കും എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ അവരെല്ലാവരും തിരിച്ചു പോവുകയാണ്. കൂടെ തന്നെ വ്ളാഡിന്റെ മകനെയും അങ്ങേര് കൊണ്ടുപോകുന്നുണ്ട്, അങ്ങേര് പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. മാത്രമല്ല വിഹാരത്തിനകത്തേക്ക് കയറി വന്നിരുന്ന അവരുടെ സൈന്യം അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എല്ലാവരെയും വെട്ടിക്കൊല്ലും. കണ്ണി കണ്ട എല്ലാവരെയും വെട്ടിക്കൊന്നുകളയും. ഇതേ സമയം വ്ളാഡാണെങ്കിൽ ഭാര്യയെ
രക്ഷിച്ചു കഴിഞ്ഞു. അവള് വീഴാറാകുമ്പോഴാണ് അവൻ രക്ഷിച്ച്. അതുകൊണ്ട് തന്നെ താഴെ തറയിൽ അവള് ചെറുതായിട്ടൊന്ന് ഇടിച്ചിട്ടുണ്ട്. പാതി ജീവനിലിരിക്കുന്ന അവള് പറയും, നിങ്ങൾ എനിക്കായി കാത്തിരുന്നിട്ട് കാര്യമില്ല, ഞാൻ തീർച്ചയായും മരിക്കും. നിങ്ങൾ മകനെ രക്ഷിക്കണം, അവരോട് പകരം ചോദിക്കണം. എന്നാൽ ഇനി അവരോട് പകരം ചോദിക്കണമെങ്കിൽ വ്ലാഡ് കൂടുതൽ ശക്തനാവണം. അതുകൊണ്ട് തന്നെ വ്ലാഡ് രക്തം കുടിച്ചേ പറ്റൂ. അവള് പറയും, നിങ്ങൾ എന്റെ രക്തം കുടിച്ചോളൂ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ എന്തായാലും മരിക്കാൻ പോവാണ്. എന്നാൽ അവനെ കൊണ്ടത് ചെയ്യാൻ പറ്റില്ലല്ലോ. അവള് വീണ്ടും വീണ്ടും പറയും, നിങ്ങൾ എന്നെ കടിച്ചോളൂ, എന്റെ രക്തം കുടിച്ചോളൂ, മകനെ പോയി നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നാൽ മാത്രം മതി, അവരോട് പകരം ചോദിച്ചാൽ മാത്രം മതി. എന്നാൽ ഇനിയും കാത്തിരുന്നാൽ സൂര്യൻ ഉദിക്കും. സൂര്യ വെളിച്ചം വ്ലാഡിന്റെ മേലെ പതിച്ചാൽ അവൻ ഇല്ലാതെയാവും. അതുകൊണ്ട് തന്നെ അവൻ വേറെ ഒന്നും ചെയ്യാൻ പറ്റാതെ അവളെ കടിച്ച് അവളുടെ ചോര കുടിക്കും. ആ ചോര കുടിക്കുന്നതോടുകൂടെ വ്ലാഡ് കൂടുതൽ ശക്തനായി മാറും. ഉദിച്ചു വന്ന സൂര്യനെ മേഘങ്ങളെല്ലാം മറയ്ക്കും. ഇനി വ്ലാഡിന് പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ ഇവിടെ വ്ലാഡ് രക്തം കുടിച്ചതുകൊണ്ട് തന്നെ ആ പല്ലൊടിഞ്ഞ മലയിൽ ഗുഹയിലിരിക്കുന്ന സത്വല്ലേ, അത് സ്വതന്ത്രനായി അത് മനുഷ്യരൂപത്തിലേക്ക് മാറി വരും. ഇവിടെ വ്ലാഡാണെങ്കിൽ തിരിച്ച് വിഹാരത്തിലേക്ക് തന്നെ കയറി ചെല്ലുന്നേരം എല്ലാവരും മരിച്ചു കഴിഞ്ഞു. എന്നാൽ കുറച്ച് പേര് മാത്രം പാതി ജീവനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. വ്ലാഡ് അവരോടെല്ലാവരോടും ചോദിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും പകരം ചോദിക്കണോ? അവരെല്ലാവരും പാതി ജീവനിൽ എനിക്ക് പകരം ചോദിക്കണമെന്ന് പറയുന്നുണ്ട്. വ്ലാഡ് അവന്റെ കൈ കടിച്ച് അവന്റെ രക്തം അവർക്കെല്ലാവർക്കും കുടിക്കാനായി വെച്ചു കൊടുക്കും. പിന്നെ അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ പിന്നെ കാണുന്നില്ല. അവിടുന്ന് വ്ലാഡ് നേരെ ചെല്ലുന്നത് ആ അടയ്ക്കപ്പെട്ട മുറിയിലേക്കാണ്. നേരത്തെ മകൻ ചോദിച്ചിരുന്നല്ലോ ഈ മുറിക്കകത്ത് എന്താണെന്ന്. ആ മുറിയിലേക്കാണ് വ്ലാഡ് ചെല്ലുന്നത്. അത് തുറക്കുന്നേരം അവൻ പണ്ട് ഉപയോഗിച്ചിരുന്ന ക്രൂരതകളെല്ലാം ചെയ്യുന്ന കാലത്ത് ഉപയോഗിച്ചിരുന്ന പടച്ചട്ടയാണ് അതിൽ വെച്ചിരിക്കുന്നത്. ആ പടച്ചട്ടയും ധരിച്ച് ഭാര്യയുടെ ശരീരത്തിനടുത്തേക്കാണ് ചെല്ലുന്നത്. ഭാര്യയുടെ കൂടെ കുറച്ച് സമയമെല്ലാം ചെലവഴിച്ച് അവസാനം ആ ശരീരം അടക്കം ചെയ്യും. ഇതേ സമയം തുർക്കി സുൽത്താൻ അങ്ങേരുടെ കൂടെയുള്ള ആളുകളോട് പറയാണ്, ഞാൻ പിടിച്ചെടുത്ത നഗരങ്ങളിൽ നിന്നും നാടുകളിൽ നിന്നും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത, ഞാൻ വെറുക്കപ്പെടുന്ന സ്ഥലം ഈ ഒരൊറ്റ സ്ഥലം മാത്രമാണ്. എന്നാൽ ആ സമയത്തുണ്ട് ആകാശമെല്ലാം വിരുണ്ട് ഇടിയെല്ലാം വെട്ടാൻ തുടങ്ങുന്നത്. ഇതെന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ആകാശമാകെ കറുത്തു കഴിഞ്ഞു. എന്നാൽ ആ ഇടിമിന്നലിന്റെ കൂടെ ഒരുത്തനും കൂടെ വരുന്നുണ്ട്, വ്ലാഡ്. അവൻ എല്ലാവരും തീർക്കാനായിട്ട് വരികയാണ്. ഇത് കാണുന്ന ദൂരെ നിൽക്കുന്ന സുൽത്താൻ പറയും, അവൻ വരുന്നു. സുൽത്താൻ പെട്ടെന്ന് തന്നെ സൈന്യത്തോടെല്ലാം റെഡി ആവാനായിട്ട് പറയും. എന്നാൽ അവർ റെഡി ആവുന്നതിന്റെ മുന്നേ വ്ലാഡ് വന്ന് ആക്രമണം തുടങ്ങി. എന്നാൽ ഇപ്പോഴാണ് മനസ്സിലാവുക, വ്ലാഡ് മാത്രമല്ല ആക്രമിക്കാനായിട്ട് അങ്ങോട്ട് വന്നിട്ടുള്ളത്, അവന്റെ കൂടെ അവന്റെ ജനങ്ങളും ഉണ്ട്. അവസാനം ബാക്കി നിന്ന ജനങ്ങളില്ലേ, അവരെല്ലാവരും ഉണ്ട്. അവരാണെങ്കിൽ മനുഷ്യരായിട്ടല്ല വന്നിട്ടുള്ളത്, വ്ലാഡിനെ പോലെ തന്നെ കടിച്ചു കൊല്ലുന്ന രക്ഷസുകളായിട്ടാണ് അവരെല്ലാവരും വന്നിട്ടുള്ളത്. അവരെല്ലാവരും ആക്രമണം ഒരുമിച്ച് തുടങ്ങി. എല്ലാവരും അവർക്ക് പ്രതികാരം ചെയ്യേണ്ട ആളുകളെ എല്ലാവരും തെരഞ്ഞു പിടിച്ച് കടിച്ചു കൊല്ലുകയാണ്. എന്നാൽ അതിന്റെ ഇടയിൽ വ്ലാഡ് നേരെ സുൽത്താനെ തെരഞ്ഞാണ് പോകുന്നത്. സുൽത്താന്റെ കയ്യിലാണല്ലോ മകനിരിക്കുന്നത്. അങ്ങനെ സുൽത്താന്റെ ടെന്റിലേക്ക് കയറുമ്പോഴാണ് മനസ്സിലാവുക, സുൽത്താൻ താഴെയെല്ലാം വെള്ളി നാണയങ്ങൾ വെതറി വ്ലാഡിനെ കാത്തിരിക്കുകയാണ്. ആ നാണയങ്ങളെല്ലാം വ്ലാഡ് തന്നെ കൊടുത്ത നാണയങ്ങളാണ്. അങ്ങേർക്കറിയാം ഇതുപോലെ ശുദ്ധമായിട്ടുള്ള വെള്ളി ഇതുപോലുള്ള രക്ഷസുകളെ അശക്തരാക്കുമെന്ന്. അതുകൊണ്ടാണ് അങ്ങേര് ഇങ്ങനെ ചെയ്യുന്നത്. സുൽത്താന്റെ തൊട്ടടുത്താണെങ്കിൽ മകൻ പേടിച്ച് വിളറി അങ്ങനെ ഇരിക്കുകയാണ്. ഇത് കാണുന്ന വ്ലാഡ് പിന്നെ ഒന്നും നോക്കില്ല, അങ്ങനെ ആക്രമിക്കാൻ തുടങ്ങും. പിന്നെ പൊരിഞ്ഞ യുദ്ധമാണ് അവർ രണ്ടുപേരും. ആ വെള്ളിയുടെ മേലെ നിന്ന് പടവെട്ടുന്നതുകൊണ്ട് തന്നെ വ്ലാഡിന് കൂടുതൽ യുദ്ധമൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങേരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. സുൽത്താനാണെങ്കിൽ വ്ലാഡിനെ തള്ളിയിട്ടോണ്ടേ ഇരിക്കുകയാണ്. താഴെ വീണ് കിടക്കുന്ന വ്ലാഡിനെ നോക്കിയിട്ട് അങ്ങേര് പറയും, ഇതുപോലെ ഒരുത്തനെയാണോ വലിയ രാക്ഷസനാന്ന് പറഞ്ഞ ആളുകളെല്ലാം പേടിച്ചു നടക്കുന്നത്? ഇത് കേൾക്കുന്ന വ്ലാഡ് ദേഷ്യത്തിൽ എഴുന്നേറ്റ് വീണ്ടും പടവെട്ടാൻ തുടങ്ങും. എന്നിരുന്നാലും അങ്ങേരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതിന്റെ ഏറ്റവും വലിയ കാരണം ഈ വെള്ളി തന്നെയാണ്. ആ വെള്ളിയിൽ നിന്ന് വ്ലാഡിനൊന്നും ചെയ്യാൻ പറ്റില്ല. അവസാനം താഴെ വീണ് കിടക്കുന്ന വ്ലാഡിനടുത്തേക്ക് അങ്ങേര് ഒരു വെള്ളിക്കുറ്റിയായിട്ട് വരും. ഒരു മരക്കുറ്റി കൊണ്ട് നിന്നെ കൊന്നാൽ ആ കൊല്ലുന്നതിന്റെ വേദന നിനക്കറിയാൻ പറ്റില്ല. പക്ഷെ ഇതുകൊണ്ടാകുമ്പോൾ മരണത്തിന്റെ വേദന അത് നിനക്ക് ആസ്വദിക്കാൻ പറ്റും. എന്നിട്ട് പെട്ടെന്ന് തന്നെ അതെടുത്ത് കുത്താൻ നോക്കുന്ന നേരം വ്ലാഡ് അത് പിടിച്ചു വെക്കും. സുൽത്താനാണെങ്കിൽ പെട്ടെന്ന് ഇതിവൻ എന്ത് പറ്റിയെന്ന് വിചാരിക്കുമ്പോഴേക്ക് വ്ലാഡ് വവ്വാലായി തിരിഞ്ഞു വന്ന് ആ കുറ്റി അങ്ങേരുടെ നെഞ്ചിൽ ആഴ്ത്തി ഇറക്കും. മരിക്കാൻ പോകുന്ന സുൽത്താൻ വ്ലാഡ് എന്ന് വിളിക്കുന്ന നേരം വ്ലാഡ് പറയും, ഇനി എന്റെ പേര് അതല്ല, ഡ്രാക്കുള, സൺ ഓഫ് ദ ഡെവിൾ, സാത്താന്റെ സന്തതി. കൂടെ തന്നെ അങ്ങേരുടെ കഴുത്തിനിട്ട് ഒരു കടിയും കൂടെ കൊടുക്കുമ്പോൾ അങ്ങേര് മരിക്കും. മരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും വ്ലാഡ് മകനായിട്ട് മെല്ലെ പുറത്തേക്ക് ഇറങ്ങി വരും. അവിടെയാണെങ്കിൽ ഒരൊറ്റ പടയാളികൾ പോലുമില്ല, എല്ലാവരും മരിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് വ്ലാഡിന്റെ ആളുകൾ അങ്ങോട്ട് വരുന്നത്. വ്ലാഡ് ചോദിക്കും, ഏകദേശം എത്ര പേര് മരിച്ചു? രാജഗുരു പറയും, നിന്റെ മകനൊഴികെ എല്ലാവരും മരിച്ചു, ഇനി അവനും കൂടെ ബാക്കിയുണ്ട്. അങ്ങേരിപ്പോ പറഞ്ഞു വരുന്നത് മകനെയും കൊന്ന് അവന്റെ രക്തം കുടിക്കണമെന്നാണ്. അങ്ങേർക്ക് മാത്രമല്ല ബാക്കിയുള്ള എല്ലാവർക്കും മകനെ കൊന്ന് രക്തം കുടിക്കണമെന്നാണ്. കാരണം ഇതുപോലെ ഒരു രക്ഷസായി മാറിയാൽ പിന്നെ രക്തത്തിനോടുള്ള ദാഹം അതൊരിക്കലും തീരില്ല, അത് കൂടി വരിക മാത്രമേ ഉള്ളൂ. ഇത് കേട്ട് ദേഷ്യം വരുന്ന വ്ലാഡ്, ഞാൻ ആരാന്ന് നീ മറന്നുപോയോന്ന് ചോദിച്ച് അവിടെ ഉണ്ടായിരുന്ന കുന്തമെടുത്ത് അങ്ങേരുടെ ഹൃദയത്തിലേക്ക് കുത്തിയിറക്കി അവിടെ കുത്തിവെക്കും. അപ്പൊ തന്നെ അങ്ങേര് കരിഞ്ഞ് ഇല്ലാതാകും. എന്നാൽ ഈ സമയത്താണ് വികാരിയച്ഛൻ കുരിശുമായിട്ട് അങ്ങോട്ട് കയറി വരുന്നത്. ഇപ്പോഴെല്ലാവരും മനുഷ്യരക്തം കുടിച്ചത് കൊണ്ട് തന്നെ കുരിശിൽ നിന്നും അവരെല്ലാവരും അശക്തരാണ്. അതുകൊണ്ട് കുരിശ് കാണുമ്പോൾ തന്നെ അവരെല്ലാവരും ഹാ ഹൂ ഹീ ഹൂ എന്ന് പറഞ്ഞ് ദൂരേക്ക് മാറി നിൽക്കും. വികാരിയച്ഛൻ പറയും, നിങ്ങൾ എല്ലാവരും നശിക്കേണ്ടതോ നശിച്ചു, ഈ പയ്യനെ കൂടെ നശിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല, അവൻ എന്റെ കൂടെ വിടുമോ എന്ന് വ്ലാഡിനോട് ചോദിക്കും. എന്നാൽ ഈ ഒരു സമയത്ത് മകൻ വികാരിയച്ഛന്റെ കൂടെ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് വ്ലാഡിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ വ്ലാഡ് മകനെ വികാരിയച്ഛന്റെ കൂടെ പറഞ്ഞയക്കും. അവൻ അച്ഛനെ വിട്ടുപോകാൻ വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ എന്ത് ചെയ്യാൻ, പോയല്ലേ പറ്റൂ. അച്ഛന്റെ അടുത്ത് നിൽക്കുന്നത് കൂടുതൽ നല്ലതിനല്ല. അങ്ങനെ അവൻ പോയി കഴിയുന്നേരം വ്ലാഡാകെ
പക്ഷേ തളർന്നു പോകും. അവൻ ഇതുപോലെയാകാൻ കാരണങ്ങൾ രണ്ടുണ്ട്. ഒന്ന്, അവന്റെ കൂടെ ഇപ്പൊ ഭാര്യയില്ല, അവന്റെ മകനില്ല. രണ്ട്, അവൻ രക്ഷിക്കാൻ ശ്രമിച്ച ആളുകളൊന്നും ഇപ്പോഴവന്റെ കൂടെയില്ല. ബാക്കിയുള്ള ആളുകളാണെങ്കിൽ അവർ നിൽക്കുന്നതും നല്ലതിനല്ല, അവരെല്ലാം നശിപ്പിച്ചേ പറ്റൂ എന്നുള്ള അവസ്ഥയിലാണ് വ്ളാഡിപ്പോ നിൽക്കുന്നത്. അവൻ മേലേക്ക് നോക്കുന്ന നേരം സൂര്യനെ മറച്ചിരുന്ന മേഘങ്ങളെല്ലാം മാറും. പെട്ടെന്നാണ് ഭൂമിയിലേക്ക് വെയിൽ പതിക്കുന്നത്. ആ വെയിൽ കൊള്ളുന്ന രക്ഷസുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ നശിക്കാൻ തുടങ്ങും. എങ്ങനെയും രക്ഷപ്പെടാൻ അവർ ഓടുന്നുണ്ടെങ്കിലും ആ വെയിൽ കൊണ്ട് അവർക്ക് ദൂരത്തേക്കൊന്നും ഓടാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ വെയിൽ കൊണ്ട് എല്ലാവരും നശിച്ചില്ലാതെയാവും. അവരോടൊപ്പം തന്നെ വ്ളാഡും മെല്ലെ മെല്ലെ ഇല്ലാതെയാകും. ബാക്കിയുള്ള രക്ഷസ് പോലെയല്ല, അവരുടെ എല്ലാവരെയും മൂത്താശാരിയാണ് വ്ളാഡ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവൻ മരിക്കില്ല. അവസാനം ജനങ്ങളും രാജാക്കന്മാരും ഒരുപോലെ ഭയന്നിരുന്ന വ്ളാഡ്, വ്യാളിപുത്രൻ, സാത്താന്റെ സന്തതി ഡ്രാക്കുള, അവനും താഴെ വീഴും, താഴെ പതിക്കും. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം വികാരിയച്ഛൻ മകനെയായിട്ട് ട്രാൻസിൽവാനിയയിൽ തന്നെ തിരിച്ചെത്തി. അവിടെ വെച്ച് മകനെ രാജാവാക്കാനുള്ള ക്രിയകളെല്ലാം അവർ ചെയ്തു തുടങ്ങും. വ്ളാഡില്ലെങ്കിലും ഇപ്പോഴവന്റെ മകൻ, അവന്റെ രക്തം ഇൻഗ്രീസ്, അവനാണ് ഇനി മുതൽ അവിടെ രാജാവാകാൻ പോകുന്നത്. ഈ ഒരു സമയത്തും അവന്റെ ഉള്ളിൽ അച്ഛനെക്കുറിച്ച് ഇഷ്ടംപോലെ വിഷമങ്ങളുണ്ട്. അച്ഛൻ ഇത്രയും വലിയൊരു രാജാവായിരുന്നിട്ടും അച്ഛനെക്കുറിച്ച് ഓർമ്മിച്ച് വെക്കാൻ ഒരു ചിത്രം പോലും അവന്റെ കയ്യിലില്ല, ഒരു ശില പോലും അവന്റെ കയ്യിലില്ല. ഈ സമയത്താണ് നമ്മൾ കാണുന്നത് യുദ്ധമുഖത്ത് വീണ് കിടക്കുന്ന വ്ളാഡിനടുത്തേക്ക് അവനെ പിന്തുടർന്ന് കാട്ടിലേക്ക് വന്നൊരു മനുഷ്യനില്ലായിരുന്നോ, അവന് രക്തം കൊടുത്തിരുന്ന മനുഷ്യൻ, അങ്ങേര് വരുന്നത്. അങ്ങേര് അവന്റെ ശരീരം എടുത്ത് ഒരു തണലിൽ കൊണ്ടുവച്ച് അവന്റെ വായിലേക്ക് രക്തം ഒഴിച്ചു കൊടുക്കും. അങ്ങേര് ഇതെല്ലാം എന്തിനാണ് ചെയ്യുന്നതെന്ന് അറിയില്ല, പക്ഷേ രക്തം ഒഴിച്ചു കൊടുക്കും. ഇതേ സമയം ബാക്ക്ഗ്രൗണ്ടിൽ മകൻ പറയുന്ന ഒരു സംസാരം കേൾക്കാം. ഹൃദയം ശക്തമാണെങ്കിൽ കാലം എത്ര കഴിഞ്ഞാലും മനുഷ്യരെത്ര മാറിയാലും നമ്മൾ പുനർജനിച്ചിരിക്കും. അവിടുന്ന് ബ്ലാക്ക് ചെയ്താൽ ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞു. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം വലിയ വലിയ ബിൽഡിംഗ് ഒക്കെയുള്ള കാലഘട്ടം. അവിടെ യൂറോപ്പ് എന്ന നഗരം, ആ നഗരത്തിലൂടെ നമ്മുടെ വ്ളാഡ്, വ്യാളിപുത്രൻ അങ്ങനെ നടന്നു പോവുകയാണ്. അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. പോകുന്ന വഴിക്കാണ് അവന്റെ ആദ്യത്തെ ജന്മത്തിലുണ്ടായിരുന്ന ഭാര്യയെ അവൻ കാണുന്നത്. അവൻ പെട്ടെന്ന് തന്നെ അവളുടെ അടുത്ത് നിൽക്കും, അവളോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കും. അവൾക്കാണെങ്കിൽ ഇപ്പോൾ വ്ളാഡിനെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ, അവൻ ആരാന്ന് പോലും അറിയില്ലല്ലോ. എന്നിരുന്നാലും അവർ കുറച്ചു നേരം സംസാരിച്ച് നിൽക്കും. അപ്പോഴാണ് വ്ളാഡ് അവൾ എപ്പോഴും സംസാരിക്കുന്ന പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വാക്യം അവളോട് പറയുന്നത്. അത് കേൾക്കുന്ന അവളാകെ ഞെട്ടും. ഇതെന്റെ കവിതയിലുള്ള വരികളാണല്ലോ, ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അന്നേരം വ്ളാഡ് ചോദിക്കും, നിന്റെ പേരെന്താ? അവള് മീന എന്ന് പറയും. കഴിഞ്ഞ ജന്മത്തിൽ അവളുടെ പേര് മറീന എന്നായിരുന്നു, എന്നാൽ ഈ ജന്മത്തിൽ മീന എന്നാണ് പേര്. അവൻ അവളുടെ കൈയെടുത്ത് കയ്യിലൊരു മുത്തം കൊടുക്കും. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെയായിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട്. അങ്ങേര് ആരാന്ന് വെച്ചാല് ആ പല്ലൊടിഞ്ഞ മലയിൽ ശാപമോക്ഷം കിട്ടിയ ഒരു സത്തല്ലായിരുന്നോ, അങ്ങേരാണിത്. ഇവിടെ വ്ളാഡും മീനയും ഒരുമിച്ച് നടന്നു പോകുന്ന നേരം എന്നാൽ പിന്നെ കളി ആരംഭിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങേര് അവരുടെ തൊട്ടു പിന്നാലെ തന്നെ ചെല്ലും. എന്താണ് അങ്ങേരുടെ ഉദ്ദേശം, ഇനി എന്തെല്ലാമാണ് നടക്കാൻ പോകുന്നത് അതൊന്നും അറിയില്ല. എന്തായാലും അവിടെ വെച്ച് ഡ്രാക്കുള അൺടോൾഡ് എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഇതുപോലൊരു സിനിമ ഈ ചാനൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, ആദ്യമായിട്ടാണ് ഈ ചാനലിലൂടെ നമ്മൾ കാണുന്നത്, അങ്ങനെ പറയണം. എന്തായാലും ഈ സിനിമ ഡ്രാക്കുളയുടെ ഉദയം, ഡ്രാക്കുള എങ്ങനെയാണ് ജനിച്ചത് അതെല്ലാമാണ് കാണിക്കുന്നത്. ഈ സിനിമയുടെ റേറ്റിംഗ് കണ്ടപ്പോൾ ഒരു തട്ടുപൊളിപ്പൻ ഡ്രാക്കുള മൂവിയാണെന്ന് വിചാരിച്ചാണ് കണ്ടത്. പക്ഷേ ഈ സിനിമ തുടങ്ങിയപ്പോൾ തന്നെ എന്തോ ഒന്ന് വലുത് വരാനിരിക്കുന്നുണ്ടെന്ന് ഈ സിനിമ തുടക്കത്തിലേ കാണിക്കുന്നുണ്ട്. എന്തോ ഒന്ന് പറയുന്നുണ്ട്, പറയാതെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുഴുവനായിട്ട് കണ്ടു. സിനിമ ഇഷ്ടമായി. സിനിമ ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാത്തവർ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. എന്നാൽ പിന്നെ നല്ലൊരു സിനിമയായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഫിലിം ക്രോണിക്കിൾ.